ഹായ് മക്കളെ, എന്തൊക്കെയാ? നമുക്ക് നമ്മുടെ എക്സാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വരാൻ പോകുന്നത് നമ്മുടെ ഹിന്ദിയുടെ പരീക്ഷയാണ്. പൊതുവെ ഇനിയിപ്പോൾ നടന്ന എക്സാമൊക്കെ വളരെ കോൺഫിഡൻറ്റോട് കൂടിയിട്ടാണല്ലോ നമ്മൾ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഇനി പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യണ്ട, ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ 8th സ്റ്റാൻഡേർഡിന് നമുക്ക് ഹിന്ദി എക്സാമിലേക്ക് ഈ വരാൻ പോകുന്ന പരീക്ഷയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും നമ്മുടെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പോൾ പൊതുവേ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹിന്ദി എന്ന് കേൾക്കുന്ന സമയത്ത് ചെറിയൊരു കോൺഫിഡൻറ്റിൻ്റെ കുറവ് ചില ആളുകൾക്കൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ അതിനൊന്നും ആവശ്യമില്ല മക്കളെ. നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു എക്സാം വളരെ സിമ്പിളായിട്ട് എഴുതി തീർക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. ഓക്കെ, ഇന്ന് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് കൊണ്ടുവന്ന്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട മക്കളും എന്ത് ചെയ്യാം, നിങ്ങളുടെ കയ്യിൽ ഒരു പേനയും പേപ്പറൊക്കെ കൈ കരുതുക. ഇന്ന് കിട്ടുന്ന ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ലേണിങ്സ് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ 8th സ്റ്റാൻഡേർഡിൻ്റെ 3rd ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് 40 മാർക്കിൻ്റെ പരീക്ഷയാണ്. 1.5 മണിക്കൂർ സമയം ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്? നമുക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടാവുമല്ലോ അല്ലേ? ആ 15 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, എന്നിട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, നമുക്ക് എങ്ങനെയാണ് ഈ ഒരു എക്സാം വൈൻഡ് അപ്പ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളും ടിപ്സുകളൊക്കെയാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി പറയാനുള്ളത്, പഹല 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഹേ. ആദ്യത്തെ 15 മിനിറ്റ് എന്താ മക്കളെ? കൂൾ ഓഫ് ടൈമാണ്. അപ്പം ഈ ഒരു കൂൾ ഓഫ് ടൈമിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഓരോ ചോദ്യങ്ങളും ഈ സമയം പ്രശ്നവും കാ വാചൻ കരേ ഓർ ഉത്തർ ലിഖ്നേക്ക് തയ്യാറി കരേ. ഈ സമയത്ത് എന്ത് ചെയ്യണം? ആ ഓരോ ചോദ്യങ്ങളും, പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദ്യം ഒന്നും അല്ലേ, അപ്പോൾ ഓരോ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് വായിച്ച് ആ ചോദ്യങ്ങൾ എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്നതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ധാരണ ഉണ്ടാക്കി വെക്കാം. ഓക്കെ, പിന്നെ പറയുന്നത്, വൈകൽപിക പ്രശ്നം സേ കിസി ഏക് ഹി ഉത്തർ ലിഖേ. നമുക്ക് ഓപ്ഷൻ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 4 മാർക്കിന്റെ ചോദ്യത്തിൽ മിക്കവാറും ഒരു ഡയറി ചോദിക്കാന്ന് വിചാരിക്കുക മക്കളെ. അങ്ങനെയാണെങ്കിൽ ഡയറിക്ക് പകരം നിങ്ങൾക്ക് പോസ്റ്ററോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മക്കൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒന്നിന് ആൻസർ ചെയ്താൽ മതി. ചില ആളുകൾ ഉണ്ടായിരിക്കും 2 ചോദ്യം നമുക്ക് അറിയുന്നതായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും, ആ അറിയുന്ന 2 ചോദ്യങ്ങളും എഴുതി ഉള്ള സമയം വെറുതെ കളയരുത്. ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ, അപ്പം നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്ത് പോവാം. ഒന്നാമത്തെ ചോദ്യം, ജൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു ലേഖനം നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? ജൽ ബാങ്ക് കാ യഹ് അംശ് പഠേ ഓർ 1 से 4 തക്ക് പ്രശ്ന കെ ഉത്തർ ലിഖേ. ജൽ ബാങ്ക് എന്ന് പറയുന്ന നമ്മളുടെ എന്താ പറയുക, ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ നമുക്കൊരു ലേഖനം കൊടുത്തിട്ടുണ്ട് അല്ലേ? ജലബാങ്ക്. എന്താ ജലബാങ്ക് എന്ന് പറയുന്ന ആ ഒരു ലേഖനത്തിൽ നമുക്കൊക്കെ സങ്കല്പിക്കാൻ പറ്റുന്ന പുതിയൊരു അപ്ഡേഷൻ. അതായത് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു നമ്മുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മളുടെ ഒരു നീഡാണ് വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ ജലത്തിൻ്റെ ലഭ്യതയും അല്ലെങ്കിൽ ജലത്തിൻ്റെ കുറവ്, നമുക്ക് കൂടുതൽ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യണം, എന്നിട്ട് എങ്ങനെയാണ് ജലം നമ്മൾ സംരക്ഷിക്കേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ പുതിയൊരു കൺസെപ്റ്റ് പോലെ നമുക്ക് അല്ലേ? ജലബാങ്കിൽ പറയുന്നത്, നമുക്ക് ATM എന്ന് കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും, ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ. നമ്മളെ നാട്ടിലൊക്കെ ATM കൗണ്ടറുകളുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താ മക്കളെ കിട്ടുക? നമ്മളടുത്ത് ഒരു ചിപ്പ് കാർഡ് ഉണ്ടാവും. ആ കാർഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു, നമുക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ ക്യാഷിൻ്റെ എമൗണ്ട് ടൈപ്പ് ചെയ്യുന്നു, പിന്നെ നമുക്ക് അവിടെ നിന്ന് ക്യാഷ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലഭിക്കുന്നു അല്ലേ മക്കളെ? അതേപോലെ ഒരു കൺസെപ്റ്റ് പറയാണ്,
ഈ ഒരു ലേഖനത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ കൂടുതൽ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കാം. ആ വെള്ളത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഒരിക്കലും വെള്ളത്തിനെ നശിപ്പിക്കരുത്. അതിൽ കൂടുതൽ കിട്ടുന്ന വെള്ളമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ തൊട്ടടുത്ത് പിന്നെ ഇതുപോലെ ജലബാങ്കുകൾ ഉണ്ടായിരിക്കും. ഈ ജലബാങ്കുകളിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ വെള്ളം നിക്ഷേപിക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇതിന് ഇൻട്രസ്റ്റ് പലിശ കിട്ടും. അതേപോലെ നമുക്ക് ആർക്കെങ്കിലും വെള്ളത്തിന്റെ ആവശ്യകത ഉണ്ട് വിചാരിക്കാം, ഒട്ടും വിഷമിക്കേണ്ട. ഈ ഒരു ജലബാങ്ക് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വെള്ളത്തിന് വേണ്ടിയിട്ട് ലോണിന് അപേക്ഷിക്കാം. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ളൊരു ചിന്ത വെച്ചിട്ടാണ് നമ്മുടെ ആ ഒരു ലേഖനം വരുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഏതൊരു ചോദ്യമാണെങ്കിലും അതിൽ എന്തുണ്ടായിരിക്കും? ഇതുപോലെ പിന്നെ ഒരു സൂചന കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ സൂചന എന്താ മക്കളെ? യദി സച്ചുമേ പാനിക്ക് ജരൂരത്ത് ഹേ, നിങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. തോ ലോൺ ലേലോ, നിങ്ങൾ എന്ത് ചെയ്യുക? ലോൺ എടുക്കുക. ബസ് ആപ്ക മകാൻ രഹൻ രഹേഗ, നിങ്ങൾ അതിനെ എന്ത് ചെയ്താൽ മതി? നമ്മളുടെ കെട്ടിടം, നമ്മളുടെ വീട് പണയപ്പെടുത്തിയാൽ മതി. തുരന്ത് 50,000 ലിറ്റർ കാ ആപ്കാ ഋൺ മൻസൂർ, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം? ഈ ഒരു 50,000 എന്ന് പറഞ്ഞാൽ അല്ലേ, 50,000 ലിറ്റർ ആപ്കാ ഋൺ മൻസൂർ, നമുക്ക് ആവശ്യമുള്ളത് എത്രയാണോ അത്രയും ലിറ്റർ നമുക്ക് എന്ത് ചെയ്യാം അല്ലേ? അപ്പോൾ ഒരു 50,000 ലിറ്റർ ആണെങ്കിൽ 50,000 ലിറ്റർ വെള്ളം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ലോണായിട്ട് ലഭിക്കും. ആപ്കോ ഹർ മഹീനെ 5,000 മൂൽ, അങ്ങനെ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഓരോ മാസവും 50,000 ലിറ്റർ വെള്ളമാണ് ലോണായിട്ട് അനുവദിക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ആപ്കോ ഹർ മഹീനെ, ഓരോ മാസവും 5,000 മൂൽ ഔർ 1,000 സൂദ് പറഞ്ഞ 5,000 മൂൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മുതൽ എന്നാണ്. അതിന്റെ മുതലും 1,000 സൂദ് പറഞ്ഞ 1000 പലിശയുമായിട്ട് കൊടുക്കണം. അങ്ങനെ 6,000 ലിറ്റർ ഓരോ മാസം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ചോദ്യം എന്താ മക്കളെ? ജൽ ബാങ്ക് സേ ലോൺ ലേനെ കെ ലിയേ ക്യാ രഹൻ രഹേഗ, ജലബാങ്കിൽ നിന്നും ലോണ് ലഭിക്കാൻ നമ്മൾ എന്താണ് പണയപ്പെടുത്തേണ്ടത് അല്ലേ? ക്യാ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഓരോ ചോദ്യങ്ങൾ വായിക്കുമ്പോഴും ചോദ്യ ചിഹ്നങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, നമുക്ക് എല്ലാവർക്കും അറിയാം ഹിന്ദിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻ വേർഡ്സുകൾ ഉണ്ട് അല്ലേ? ഹിന്ദിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻ വേർഡ്സുകൾ ഉണ്ട്. ക്വസ്റ്റ്യൻ വേർഡ്സിൽ ഒന്ന് ക്യാ എന്നാണ്. ക്യാ എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് എന്നാണ് അല്ലേ? ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ്. അതേപോലെ ക്യാ ഉണ്ട്. ക്യാ എന്ന് പറഞ്ഞാൽ അല്ലേ? എന്തെല്ലാം എന്നാണ്, എന്തെല്ലാം. അതുപോലെ ക്യോം എന്നുണ്ട്. ക്യോം എന്താ മക്കളെ? ക്യോം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എന്നാണ്, അല്ലെങ്കിൽ എന്തിന് എന്ന് പറയും, എന്തുകൊണ്ട് എന്ന് പറയും. അതുപോലെ കബ് ഉണ്ട്. കബ് എന്താ? എപ്പോൾ. അതുപോലെ കൈസേ ഉണ്ട്. കൈസേ എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെയെന്നാണ്. കഹാമുണ്ട്. കഹ എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ എന്നാണ്. പിന്നെ കോൻ എന്നുണ്ട്. കോൻ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ്. കോൻ എന്നും കിസ്നെ എന്ന് പറഞ്ഞാലും ആര് എന്നാണ്. അതുപോലെ കോൻ എന്ന് പറഞ്ഞാൽ ആരെല്ലാം എന്നാണ്. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ വേർഡുകളുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ കണ്ടോ, ജൽ ബാങ്ക് സേ ലോൺ ലേനെ കെ ലിയേ ക്യാ രഹൻ രഹേഗ, ജലബാങ്കിൽ നിന്നും ലോൺ ലഭിക്കാൻ നമ്മൾ എന്താണ് പണയപ്പെടുത്തേണ്ടത്? അപ്പൊ നിങ്ങളെ മക്കളെ, ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾ നേരെ ഇതിനകത്തുള്ള ഏതെങ്കിലും സെന്റൻസിന്റെ അതേ ഒരു കണ്ടിന്യൂഷനോ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ രേഹൻ രഹേഗ എന്ന് കണ്ടോ, ഈ സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ജലബാങ്കിൽ നിന്ന് ലോൺ ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? മക്കാൻ രേഹൻ രഹേഗ. അപ്പൊ അതാണ് ഉത്തരം. അപ്പൊ അത് നിങ്ങൾ ഇല്ലേ ഓൾറെഡി ഇവിടെ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജമീനാണോ, ഗഹനയാണോ, ഗാഡിയാണോ, മക്കാനാണോ? അപ്പോൾ ഇത് മക്കാൻ രഹൻ രഹേഗ എന്നാണ് അല്ലേ? അപ്പൊ ഈ ഒരു മോഡലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മക്കളെ? ഇതിന് ആൻസർ ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? അടുത്തിലേക്ക് പോയാലോ? ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത ഇതേപോലെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ജൽ ബാങ്ക് കിസ് ആശയ പർ ആധാരിത് ഹേ, ജൽ ബാങ്ക് ഏത് വിഷയത്തിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്? ആധാരിത് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപ്പെടുക എന്നാണ് അല്ലേ?
ആ അതിലൊരു 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ നോട്ട് ചെയ്യേണ്ടത് നമ്മുടെ മാർക്കിൻ്റെ ഏരിയയാണ്. അതായത് 1 മാർക്കിനാണ് നമ്മുടെ ചോദ്യം വരുന്നതെങ്കിൽ മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഉത്തരാക്കി കണ്ടാൽ മതി. ഇനി 2 മാർക്കിനാണ് ചോദിച്ചതെങ്കിലോ 2 എണ്ണം എഴുതേണ്ടി വരും. 4 മാർക്കിനാണ് ഇങ്ങനെ ഒരു ചോദ്യം വന്നെങ്കിലോ 4 എണ്ണം എഴുതേണ്ടി വരും. ഓക്കെ, ഇപ്പം സാധാരണഗതി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. മക്കൾ കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു ചോദ്യം. സഹി പ്രസ്താവ് ചുൻകർ ലിഖേ എന്ന് പറഞ്ഞാൽ ശരിയായ പ്രസ്താവന തെരഞ്ഞെടുത്ത് എഴുതാന്നാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഓപ്ഷൻ ഒന്ന് വായിച്ചാലോ. ധർത്തി ജൽ കെ ബിന സമ്പന്ന രഹേഗെ. ഭൂമി എന്ന് പറയുന്നത് വെള്ളത്തെ കൂടാതെ സമ്പന്നമാണ് എന്നാ പറഞ്ഞ്. അത് തെറ്റാണ് അല്ലേ. ജൽ കാ മൂല്യ ബഹുത്ത് കം ഹേ. ജലത്തിന്റെ മൂല്യം വളരെ കുറവാണെന്ന്. തെറ്റല്ലേ. അതുപോലെ ജൽ കാ സംരക്ഷൺ കർണ ജരൂരി ഹേ. വെള്ളത്തിനെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് വെറുതെ ഒന്ന് വായിച്ചു നോക്കാം. ഹം പാനിക്കെ ബിനാ ജി സക്തേ ഹൈ. നമുക്ക് വെള്ളം കൂടാതെ ജീവിക്കാനൊക്കെ സാധിക്കുന്നു. തെറ്റല്ലേ. അപ്പൊ ഇതിന്റെ ഉത്തരം എങ്ങനെയാ വരിക മക്കളെ? ജൽകാ സംരക്ഷൺ കർണ, ജൽകാ സംരക്ഷൺ കർണ ജരൂരി ഹേ. വെള്ളത്തിനെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമല്ലേ. അതുകൊണ്ടാ പറഞ്ഞല്ലേ നമ്മുടെ നാട്ടിലെ ഏറ്റവും അടിസ്ഥാനപരമായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ മക്കളെ, വെള്ളമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമുക്കൊരു ദാഹം വന്നു, ആ ദാഹം ശമിപ്പിക്കണമെങ്കിൽ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നമുക്ക് വെള്ളം കിട്ടണം. ആ സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട വെള്ളം, പിന്നെ നമുക്ക് ജ്യൂസ് വേണോ അല്ലെങ്കിൽ എന്താണെന്നൊന്നും നമ്മൾ ചോദിക്കൊന്നുമില്ല. നല്ല ദാഹം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, എങ്ങനെയെങ്കിലും കുറച്ച് വെള്ളം കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയും. ശരിയല്ലേ? അപ്പൊ ഈ വെള്ളത്തിന്റെ ഉറവിടങ്ങൾ ഒരുപാടുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കില്ല. അതിനൊക്കെ സംരക്ഷിക്കേണ്ടതും ഇപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടത്, നല്ല ചൂടുള്ള സമയമല്ലേ, നമ്മൾ മനുഷ്യര്, നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചു വാങ്ങാം, എന്തും ചെയ്യാം. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പക്ഷികളും മറ്റ് ജന്തുക്കളൊക്കെ മറ്റ് മൃഗങ്ങളൊക്കെ നോക്കി, അവർക്ക് വെള്ളം ഇതുപോലെ അവർക്കൊക്കെ വെള്ളത്തിന് ദാഹം ഉണ്ടാവും. ഈ സമയത്ത് അവർക്ക് എങ്ങനെ അത് കിട്ടുന്നു നോക്കണം. ജലാശയങ്ങൾ, പിന്നെ അതുപോലെ നമുക്കറിയാം, അതിൽ കൂടുതലൊന്നും പറയില്ല. ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്നത് ലോക ജലദിനമാണ്. അപ്പോൾ മാർച്ച് 22 ലോക ജലദിനവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ സ്കൂളുകളിലൊക്കെ ഒരുപാട് പ്രൊജക്റ്റുകളൊക്കെ ജലദിനവുമായി ബന്ധപ്പെട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പൊ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം പ്രിയപ്പെട്ട മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, തേർഡ് വൺ, ജൽ ബാങ്ക് കാ ഋൺ മഞ്ജൂർ ഹോനെ കെ ബാദ് ഹം ക്യാ കർണ പടേഗെ. അതായത് ജലബാങ്കിൽ നിന്നും നമുക്ക് ലോൺ ലഭിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം, കെ ബാദ് എന്ന് പറഞ്ഞ ശേഷം എന്നാണ്, അതിനുശേഷം ഹമേ ക്യാ കർണ പടേഗ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അല്ലേ. നമുക്ക് ജലബാങ്കിൽ നിന്നും എന്ത് ലഭിച്ചു? നമുക്ക് പിന്നെ ലോണ് കിട്ടി, പൈസ കിട്ടി കഴിഞ്ഞാൽ, നമുക്ക് ജലം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതൊരു 2 മാർക്ക് ചോദ്യമാണ്. ഇങ്ങനെ 2 മാർക്കിന്റെ ചോദ്യം വരികയാണെങ്കിൽ മക്കൾ ചെയ്യേണ്ടത് എന്താ അറിയോ? വെറുതെ ഒരു വരിയോ അല്ലെങ്കിൽ ഒരു വാക്കോ എഴുതി വെക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ചുരുങ്ങിയത് 2ഓ 3ഓ സെന്റൻസ് നമ്മൾ എഴുതണം. അപ്പൊ നമുക്ക് ഇപ്പം സെന്റൻസ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. 2 മാർക്ക് ചോദ്യമാണെങ്കിൽ മക്കൾ ഇതിൽ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ടുള്ള ക്യാ ഇവിടുന്ന് പിക്ക് ചെയ്യാം. എന്നിട്ട് ഇത് മൊത്തം ആദ്യത്തെ ഒരു സെന്റൻസ് ആയിട്ട് എഴുതാം. ജൽ ബാങ്ക് കാ ഋൺ മഞ്ജൂർ ഹോനെ കെ ബാദ്, ऋण मंजूर होने के बाद हमें क्या करना पड़ेगा എന്നുള്ളതിന് ഹമേ കർണ പടേഗ, ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഹിന്ദിയിൽ ഒരു വരയാണ്. അതിനുശേഷം ക്യോം കി, എന്തുകൊണ്ടെന്നാൽ, ക്യോം കി. നമുക്ക് പല 2 മാർക്ക് ചോദ്യത്തിന് ഇപ്പൊ ചില മക്കൾക്കൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഡയറിയും പോസ്റ്ററൊക്കെ നമ്മൾ സ്വന്തമായിട്ട് എഴുതും. പക്ഷേ 2 മാർക്കിന്റെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാണ്. അതിന്റെ ആവശ്യമില്ല. ഒരു സെന്റൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും മക്കളെ? ചോദ്യത്തിൽ നിന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോ ഇതിന്റെ ഉത്തരം നമുക്ക് ഓൾറെഡി ഇതിനകത്ത് അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം? ഹർ മഹീനെ 5,000 മൂൽ ഓർ 1,000 സൂദ് ഭർനാ ഹേ എന്നവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് വൺ, നമ്മളെ 4th ചോദ്യത്തിലേക്ക് കിടക്കാം.
ജില്ലാ പഞ്ചായത്ത് കെ നേതൃത്വമേ മാർച്ച് 22 ഞാൻ പറഞ്ഞു മാർച്ച് 22 ജലദിന എന്ന് പറഞ്ഞു. जल की जान है विषय पर एक संगोष्ठी होने वाली है. मानवीय जल शक्ति मंत्री उद्घाटन करेगी, इसलिए एक पोस्टर तैयार करो. റൈറ്റ്. ഓക്കെ, ഞാനൊരു കാര്യം പ്രത്യേകം പറയാം. ഒരു പോസ്റ്ററിന്റെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? എന്ത് വന്നാലും, ഏത് ഓപ്ഷനായിട്ട് ഏത് ചോദ്യം വന്നാലും പോസ്റ്ററിന്റെ ചോദ്യം വന്നു കഴിഞ്ഞാൽ മക്കള് അത് എഴുതിക്കോ. കാരണം എന്താ അറിയോ, ഒരു പോസ്റ്റർ എഴുതാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കണ്ടന്റും അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ 2 രീതിയിൽ ആ പോസ്റ്റർ ഉണ്ടാവുക, അതറിയാലോ. ഒന്ന് സന്ദേശ് ദേത്തെ ഹുയെ പോസ്റ്റർ. എന്താ സന്ദേശ് ദേത്തെ ഹുയെ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ? സന്ദേശം നൽകുന്ന പോസ്റ്റർ. ഓക്കെ, റെഡി ആണല്ലോ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ടൈപ്പ് എന്താ വരുന്നത് അറിയോ? സൂചന ദേത്തെ ഹുയെ പോസ്റ്റർ. ഒരു സൂചന ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ സൂചന ഒരു പക്ഷേ ഇതുപോലെ സങ്കോഷ്ഠിയാവാം, അല്ലെങ്കിൽ വേറെ പ്രദർശൻ എന്നൊക്കെ പറഞ്ഞിട്ടാവാം. അതായത് സന്ദേശം നൽകുന്ന പോസ്റ്ററും അതുപോലെ കാര്യക്രം സംബന്ധി പോസ്റ്റർ. എന്താ ഈ കാര്യക്രം സംബന്ധി പോസ്റ്റർ എന്ന് പറഞ്ഞാൽ? കാര്യക്രം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം എന്നാണ്. അപ്പോൾ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റർ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയണമെങ്കിൽ ഈ ഒരു ചോദ്യം നല്ലോണം ഒന്ന് ശ്രദ്ധിച്ച് ഇതിൽ വന്നിട്ടുള്ള ഡാറ്റാസുകളൊക്കെ ഞാൻ ഇതിനെന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, യെസ്. ഫസ്റ്റ് വൺ, ഒന്നാമതായിട്ട് പറയുന്നത് എന്താ? ഫസ്റ്റ് വൺ പറയുന്നത് നോക്കിക്കോ, ജില്ലാ പഞ്ചായത്ത് കെ നേതൃത്വം. അപ്പൊ നമുക്ക് കിട്ടി ഇവിടുത്തെ ഒരു അല്ലേ, ആരാണിത് സംഘടിപ്പിക്കുന്നതെന്ന് കിട്ടി. ക്ലിയർ? ജില്ലാ പഞ്ചായത്ത്. അപ്പൊ നമ്മളൊരു പോസ്റ്റർ വരയ്ക്കണു, ഇത് ആരാണ് നടത്തുന്നത് കിട്ടി. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, അല്ലേ, പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഓക്കെ, പിന്നെ ഡേറ്റ് നമുക്ക് കിട്ടി 2023 മാർച്ച് 22 എന്ന് കിട്ടി. പിന്നെ ജൽ ഹി ജാൻ ഹേ എന്നാണ് സബ്ജക്റ്റ് കിട്ടിയത്. അപ്പോൾ മാർച്ച് 22 എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ലോക ജലദിനമാണ് അല്ലേ. അപ്പൊ നമുക്ക് കുറച്ച് വലുതായിട്ട് കൊടുക്കാം, വിശ്വ ജൽ ദിവസ്. ഓക്കെ, ഡേറ്റ് 2023 മാർച്ച് 22. റൈറ്റ്. ഇനി സബ്ജക്റ്റ് എന്താ? ജൽ ഹി ഹാൻ ഹേ വിഷയ പർ ഏക് സംഗോഷ്ഠിയാണ്. അപ്പോൾ ആ വിഷയം നമ്മളിവിടെ കുറച്ചുകൂടെ ഇതുപോലെ വലുതാക്കി കൊടുക്കുക. ജൽ ഹി ജാൻ ഹേ. എന്നിട്ട് ആ വിഷയ പർ സംഗോഷ്ഠി ഇവിടെ തന്നെ കൊടുക്കുക. വിഷയ പർ സംഗോഷ്ഠി. അല്ലെ, എന്താണ് സംഗോഷ്ഠി ആണെങ്കിൽ സംഗോഷ്ഠി എന്ന് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഓൾറെഡി മാനവീയ ജൽ ശക്തി മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു പോസ്റ്റർ 2 രീതിയിലാന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അതിലൊന്ന് സന്ദേശ് ദേത്തെ ഹുയെ പോസ്റ്ററും കാര്യക്രം സംബന്ധി. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള പോസ്റ്റർ കാര്യക്രം സംബന്ധി പോസ്റ്ററാണ്. അപ്പൊ അതിൽ എന്തൊക്കെ ഉണ്ടാവണം? അതിലുണ്ടാവേണ്ടത് ഞാൻ പറഞ്ഞു ഓൾറെഡി, നമുക്ക് എന്താണോ ആ ഡേ എന്ന് പറഞ്ഞാൽ അത് നോട്ട് ചെയ്യുക. വിശ്വ ജൽ ദിവസ് ഇങ്ങനെ കൊടുത്തു, ജൽഹി ജാൻ വിഷയ പർ ഏക് സംഗോഷ്ഠി. നെക്സ്റ്റ് വൺ നമ്മൾ സ്ഥാൻ, ഇത് എവിടെ നടക്കുന്നു അല്ലേ. ഇപ്പൊ സ്കൂളിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കൂൾ എന്ന് കൊടുക്കാം. ഇവിടെ ഇപ്പൊ സ്കൂളിനെ കുറിച്ച് പറയുന്നില്ല, ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വം. അപ്പൊ നമുക്ക് പറയാം ഇപ്പൊ പഞ്ചായത്ത് ഓഫീസ് ആണെങ്കിൽ പഞ്ചായത്ത് ഓഫീസ്, അല്ലെങ്കിൽ പഞ്ചായത്ത് കെ സാമിനെ എന്നൊക്കെ കൊടുക്കാം. വേണമെങ്കിൽ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് തന്നെ കൊടുക്കാം. ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. നെക്സ്റ്റ് താരിഖ്. ഇപ്പോൾ ഓൾറെഡി ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ ഇവിടെ വേണമെങ്കിൽ ആവർത്തിക്കാം. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ ഇത് സമയം ഓൾറെഡി ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് സമയം കൊടുക്കാം അല്ലേ. സമയം എങ്ങനെ കൊടുക്കാം? രാവിലെ ആണെങ്കിൽ സുബ് 10 ബജെ എന്ന് കൊടുക്കാം. ഉച്ചയ്ക്കാണെങ്കിൽ എന്താ മക്കളെ വരിക? ദൊബഹർക്ക് 3 ബജെ എന്ന് കൊടുക്കാം. വൈകുന്നേരം ആണെങ്കിൽ എന്ത് ചെയ്യാം? ഷാം എന്ന് പറയാം. ഇനി രാത്രിയാണെങ്കിലോ രാത്ത് എന്ന് പറയാം. അപ്പൊ നമ്മളെ ഇങ്ങനത്തെ പ്രോഗ്രാം നോട്ടീസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ രാവിലെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സുബഹ്
ദസ് ബജെ എന്ന് കൊടുക്കാം. അപ്പോൾ താരിഖായി, സമയമായി. നെക്സ്റ്റ് വൺ നമുക്ക് ഉദ്ഘാടൻ. ഇവിടെ ആരോ ഉദ്ഘാടനം ചെയ്യുന്നത് മാനവീയ ജൽശക്തി മന്ത്രി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഉദ്ഘാടൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേര് അവിടെ കൊടുക്കാം. ഉദ്ഘാടൻ എന്ന് പറഞ്ഞിട്ട് മാനവീയ ജൽ ശക്തി മന്ത്രി. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സബ്കാ സ്വാഗത്. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോസ്റ്റർ നോട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഈ വിശ്വ ജൽ ദിവസ് എന്ന് പറയുന്നത് നമുക്ക് പർട്ടിക്കുലർ ഡേ അറിയുന്നത് കൊണ്ടാണ്. അങ്ങനെ അറിയാത്തൊരു ഡേറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജൽഹി ജാൻ വിഷയ് പർ സംഗോഷ്ഠി സ്ഥാൻ താരിഖ് സമയ് ഉദ്ഘാടൻ. ക്ലിയർ? ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാ മക്കൾക്കും ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. ഓക്കെ പ്രിയപ്പെട്ട മക്കളെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ പറയുന്നത് ഷഹർഷാ അക്ബർ കോ കോൻ സിഖായേഗ. അല്ലേ, നമുക്കറിയാം ഒന്നാമത്തെ ചാപ്റ്റർ അല്ലേ, അക്ബർ ചക്രവർത്തിയെ ആര് പഠിപ്പിക്കും. നമുക്കിപ്പോൾ എത്ര എക്സാം കഴിഞ്ഞു, നമുക്ക് ഓണ എക്സാം കഴിഞ്ഞു, ക്രിസ്മസ് എക്സാം കഴിഞ്ഞു അല്ലേ. ഈ 2 എക്സാമിനകത്തും ഈ കൂടുതലായിട്ട് ചോദിച്ച ഒരു ഭാഗം, അല്ലെങ്കിൽ നമുക്ക് ഇനിയും നമ്മുടെ കൊല്ലപ്പരീക്ഷയ്ക്ക് മെയിൻ എക്സാമിന് വരാൻ സാധ്യതയുള്ളൊരു ചാപ്റ്ററാണ് ഷഹർഷാ അക്ബർ കോ കോൻ സിഖായേഗ എന്ന് പറയുന്നത്. ഇതൊരു നാടോടി കഥയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരുന്നത് അക്ബർ ചക്രവർത്തി ഓർമ്മയുണ്ട്, പിന്നെ അതുപോലെ അക്ബർ ചക്രവർത്തിയുടെ മന്ത്രിയായിട്ടുള്ള ബീർബലിനെ ഓർമ്മയുണ്ട്, പിന്നെ അതുപോലെ ഒരു ബൂഡി മഹിളയുണ്ട് അല്ലേ. എന്താ, അക്ബർ ചക്രവർത്തിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ബീർബലിനോട് പറഞ്ഞു, ഞാൻ അത്ര വലിയ ബുദ്ധിമാനൊന്നുമല്ല ബീർബലെ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് പ്രിയപ്പെട്ട ബീർബൽ എനിക്ക് പഠിക്കാനുള്ള ഏർപ്പാട് ചെയ്തു തരണം എന്ന് ആര് പറഞ്ഞു, നമ്മുടെ അക്ബർ ചക്രവർത്തി പറഞ്ഞു. ബീർബൽ പറഞ്ഞു, മന്ത്രിയിലെ നമ്മുടെ രാജാവ് പറഞ്ഞത് അനുസരിക്കണ്ടേ, ഓക്കെ ഞാൻ അതിനുള്ള ഏർപ്പാട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ രാജാവ് ഇങ്ങനെ അക്ബർ ചക്രവർത്തി ഇങ്ങനെ നമ്മുടെ കൊട്ടാരത്തിലേക്ക്, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ എത്തിയ സമയത്ത് കൊട്ടാരത്തിൽ ആ രാജ്യത്തെ ഭൂരിഭാഗം വരുന്ന ആളുകളുണ്ട്. അതിൽ ഒരുപാട് പേരുണ്ട് അല്ലേ. അവര് ഒക്കെ എന്തിനാ ഇവരൊക്കെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരെ ഓരോരുത്തരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കുട്ടികളുണ്ട്, വൃദ്ധന്മാരുണ്ട്, വീട്ടമ്മമാരുണ്ട് അല്ലേ, ദുഖാൻവാലയുണ്ട്, ധോബിൻ അലക്കുകാരുണ്ട്, ലിപിക് ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇവരൊക്കെ എന്തിനാ കൊണ്ടെന്ന് ചോദിച്ചപ്പോൾ അതിനൊക്കെ ബീർബൽ പറഞ്ഞു മറുപടി, ഇവർ ഓരോരുത്തരും ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ചക്രവർത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു നാടോടി കഥയിൽ പറയുന്നത് അല്ലേ. അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബീർബല് തൻ്റെ ശ്രേഷ്ഠയായിട്ടുള്ള ഗുരു, ഒരു വൃദ്ധയായ സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ ശ്രേഷ്ഠയായിട്ടുള്ള ഗുരു, അതുകൊണ്ട് ഈ ഗുരുമുഖത്ത് നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരുപാട് കഴിവൊക്കെ ഉണ്ട് ചക്രവർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലെ. എല്ലാവർക്കും ഓർമ്മയുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ആ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നോക്കിയേ. ഹുസൂർ, ബുദ്ധിമാൻ വ്യക്തി ജാനത്തെ ഹൈം കി സബ് കുച്ച് സീഖ് ജാന സംഭവ് നഹി ഹെ, लेकिन सबको यह सीखना चाहिए कि अच्छा इंसान कैसे बन सकता है. അല്ലയോ മഹാരാജാവേ, ബുദ്ധിമാൻ വ്യക്തി ജാനത്തെ ഹൈം കി സബ് കുച്ച് ജാന സംഭവ് നഹി ഹെ. ഒരാൾ ബുദ്ധിമാനാണ് എന്ന് സ്വയം തിരിച്ചറിയുന്ന സമയം അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. ലേക്കിൻ സബ് യഹ് സീഖ്നാ ചാഹിയ, എന്നാൽ ഇതെല്ലാം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അല്ലേ, അവർക്ക് നല്ല മനുഷ്യരായി തീരാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു നാടോടി കഥയുടെ ഒരു ചെറിയ ഭാഗം കൊടുത്തിട്ടിരിക്കും. ഒന്ന് നോക്കിയേ മക്കളെ, 5ാമത്തെ ചോദ്യം നോക്കിയേ. ഇംസാൻ യഹ് ലേ ശബ്ദ കാ സമാനാർത്ഥ ശബ്ദ ചുൻകർ ലിഖേ. അതായത് ഇംസാൻ എന്ന് പറയുന്ന ഒരു വേർഡ് കൊടുത്തിട്ട് ഈ ശബ്ദ കാ സമാനാർത്ഥ ശബ്ദ ചുൻകർ ലിഖേ, ഈ വേർഡിന്റെ സമാനമായ പദം എഴുതുക. മക്കളെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് 10 വൺ വേർഡ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതിനകത്ത് നമുക്ക് ഒരു 4ഓളം ചോദ്യങ്ങൾ ഇതുപോലെ ഗ്രാമർ ഏരിയ ആണ് വരിക. അപ്പൊ പ്രിയപ്പെട്ട മക്കൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഓരോ ചാപ്റ്റർ വായിക്കുന്ന സമയത്ത്, ഇനിയിപ്പോൾ നമ്മൾ അതിങ്ങനെ ഒരു റിവിഷൻ എന്ന രീതിയിലൊക്കെ പറയുന്ന സമയത്ത് ആ ചാപ്റ്ററിനകത്ത് ഇതുപോലെ നമുക്ക് ഏതെങ്കിലും വേർഡ്സുകൾ പെട്ടെന്ന്
ഒരു ഓർക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള വേർഡ്സുകൾ ഉണ്ടെങ്കിൽ ആ വേർഡിൻ്റെ മീനിങ് നിർബന്ധമായിട്ടും മക്കൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, റെഡി? അപ്പോൾ ഇവിടെ ഇംസാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇംസാൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? മനുഷ്യൻ എന്നാണ് അല്ലേ? അങ്ങനെയെങ്കിൽ ഇംസാൻ ക സമാനാർത്ഥ ശബ്ദ ചുൻകർ ലിഖേ. ചുൻകർ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുത്തെഴുതുക എന്നാണ്, തെരഞ്ഞെടുത്തെഴുതുക. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷണൽ ചോദ്യങ്ങൾ വരുമ്പോൾ ഒരു ചെറിയൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് നോക്കിയാട്ടെ, ഓരോ വേർഡ്സും ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. ബുദ്ധിമാൻ, ഇംസാൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ എന്നാണോ? ഗുരു, ഗുരു എന്നാണോ? മാനവ് എന്നാണോ? അതുപോലെ ശാശ എന്നാണോ? ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യൻ എന്നുള്ളതിന് ഉപയോഗിക്കുന്ന മറ്റൊരു വേർഡാണ് എന്ത്? മാനവ്. അപ്പോൾ മാനവ് എന്ന് പറയുന്നത് മനുഷ്യൻ എന്നാണ്. അപ്പോൾ ഇംസാൻ ശബ്ദക്ക സമാനാർത്ഥ ശബ്ദ ചുൻകർ ലിഖേ എന്ന് പറയുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും? മാനവ് എന്ന് എഴുതും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ അടുത്തൊരു 6ാമത്തെ ചോദ്യം. ഹം के स्थान पर मेम का प्रयोग करके वाक्य पूर्ति करे. हम के स्थान पर, ഹം എന്ന് പറയുന്ന സ്ഥാൻ, ഹം എന്ന് പറയുന്ന സ്ഥാൻ, ആ ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം? മേം കാ പ്രയോഗ കർക്കെ, മേം എന്ന് പറയുന്ന വാക്ക് പ്രയോഗിച്ചിട്ട്, ഹം എന്ന് പറയുന്ന വാക്കിന് പകരം മേം എന്ന് പറയുന്ന വാക്ക് പ്രയോഗിച്ചിട്ട് വാക്യക്ക് പൂർത്തീകരി. അപ്പൊ ഇതൊരു 1 മാർക്ക് ചോദ്യമാണ്. ഒരുപാട് ഇങ്ങനെ ആലോചിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ബേസിക് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറയും. മേം എന്ന് പറയുന്ന സർവനാമത്തിൽ തുടങ്ങുന്ന ഒരു വേർഡ് ഒരു സെന്റൻസിന്റെ അവസാന ഭാഗം നമ്മൾ പറയുമ്പോൾ ഹും എന്നതിൽ അവസാനിക്കും. നെക്സ്റ്റ് വൺ, തും എന്നതിൽ തുടങ്ങുന്ന ഒരു സെന്റൻസിന്റെ അവസാനം ഹോ എന്നതിൽ അവസാനിക്കും. പുല്ലിംഗം ഏകവചനം, പുല്ലിംഗം ഏകവചനം അതായത് പുരുഷൻ 1 വരുന്ന സമയത്ത് അവസാനിക്കുമ്പോൾ ഹേ എന്നതിൽ അവസാനിക്കും. പുല്ലിംഗം ബഹുവചനം, പുരുഷൻ ബഹുവചനം 1ൽ കൂടുതൽ ഉണ്ടെങ്കിൽ അവിടെ അവസാനിക്കുമ്പോൾ ഹൈം എന്ന് വരും. എ എന്ന ശബ്ദത്തിലും ഹൈം എന്ന് വരും. മറ്റേതാവുമ്പോൾ പുല്ലിംഗം ഏകവചനം ആ എന്ന ശബ്ദം ഹേ, പുല്ലിംഗം ബഹുവചനത്തിൽ എ എന്ന ശബ്ദത്തിൽ അവസാനിക്കുകയും അവിടുത്തെ ഒരു ക്രിയാരൂപം ഉണ്ടാവുമല്ലോ, കർ ആണെങ്കിൽ കർത്തേ എ ഹൈം എന്ന് വരും. സ്ത്രീലിംഗം ഏകവചനാണെങ്കിൽ മക്കളെ എന്താ വരിക? ഇതുപോലെ ഈ എന്ന ശബ്ദത്തിലും ഹേ എന്നും അവസാനിക്കും. അവസാനമായിട്ട് സ്ത്രീലിംഗം ബഹുവചനമാണെങ്കിൽ തീ എന്നതിൽ തന്നെയാണ്, പക്ഷേ ഹേന്റെ അവിടെ ഒരു കുത്തും കൂടെ വെച്ചിട്ട് ഹൈം എന്നതിൽ അവസാനിക്കും. ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പ്രിയപ്പെട്ട മക്കൾ ഓർത്തു വെക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ഹം ഖുഷി സേ രഹ് സക്തേ ഹൈം, ഹം ഖുഷി സേ രഹ് സക്തേ ഹൈം. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ? ഇപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞു? ഹം എന്ന് വന്നിട്ടുണ്ട്, ഖുഷി സേ രഹ് സക്തേ ഹൈം. എന്നിട്ട് നമുക്കിത് മാറ്റാൻ തന്നിരിക്കുന്ന വേടാ മക്കളെ മേം എന്നാണ് അല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു മേം എന്ന് പറയുമ്പോൾ ഞാൻ എന്നാണ് അർത്ഥം, ഏകവചനം. ഏകവചനത്തിലാണെങ്കിൽ അവസാനിക്കുമ്പോൾ ആ എന്ന ശബ്ദത്തിലാണ് വരിക. ഇനി മേം ആവുമ്പോൾ എന്താ വരിക മക്കളെ? ഹുമാണ്. അപ്പൊ ഇവിടെ എന്ത് വരും? മേം ഖുഷി സേ രഹ് സക്തേ എന്നുള്ളത് എന്തായി മാറും? സക്ത എന്ന് എഴുതാം. ഹും, മേം ഖുഷി സേ രഹ് സക്ത ഹും. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ടുള്ള മാറ്റം എന്താ മക്കളെ? അതായത് ഹം എന്ന് പറയുന്നത് പുല്ലിംഗം ബഹുവചനമാണ്, അപ്പോൾ ഇത് സക്തേ ഹൈം എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ മേം എന്ന് വരുമ്പോൾ അത് പുല്ലിംഗം ഏകവചനമോ സ്ത്രീലിംഗം ഏകവചനം വരും. ഇനി ഇവിടെ മേം ഖുഷീസ് രഹ് സക്താഹും എന്ന് പറയാം, രഹ് സക്തി ഹും എന്ന് പറയാം. പക്ഷേ മേം വരുമ്പോൾ ഹുമ്മ എന്നുള്ളത് ഒന്ന് മക്കൾ ഓർത്തു വെക്കണേ, അല്ലെങ്കിൽ മൊത്തം കയ്യിന്ന് പോവും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ 5-6 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് വൺ, कोष्टक के शब्द से पिരമിഡ് की पूर्ति करें, പിരമിഡ് की पूर्ति करें. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ചോദിക്കുന്ന, എന്തായാലും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് പിരമിഡ് പൂർത്തീകരി എന്ന് പറയുന്നത്.
അല്ലേ? പിരമിഡ് ഇതുപോലെ ഇങ്ങനെ ഒരു സുന്ദരമായിട്ടുള്ളൊരു പിരമിഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ 1ഉം 2ഉം കൊടുത്തിട്ടുണ്ടായിരിക്കും, 3ഉം 4ഉം നമ്മൾ എഴുതണം. അങ്ങനെ പിരമിഡിൻ്റെ ഒരു ചോദ്യം വന്നാൽ പ്രിയപ്പെട്ട മക്കൾ ചെയ്യേണ്ട കാര്യം ആദ്യമായിട്ട് പിരമിഡ് വരയ്ക്കണം. എത്ര സമയമില്ലെങ്കിലും മക്കളെ പിരമിഡ് വരച്ചുകൊണ്ടു. പിരമിഡ് വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഹം ജിയാംഘെ എന്ന് കൊടുത്തിട്ടുള്ള ഇത് നേരെ ഇങ്ങോട്ട് എഴുതുന്നു, ഇത് ഇങ്ങോട്ട് എഴുതുന്നു. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കാം. ഗുഷീസെ കൊടുത്തിട്ടുണ്ട്, അച്ഛയെന്ന് കൊടുത്തിട്ടുണ്ട്. ഗുഷീസയുടെ അർത്ഥം നമുക്കറിയാം അല്ലേ, സന്തോഷത്തോടെ എന്നാണ്. അച്ഛയെന്ന് പറഞ്ഞത് നല്ലത് എന്നാണ്. അപ്പം അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാം, ഒരു ചെറിയ ടിപ്സാണ്. ഇങ്ങനൊരു ചോദ്യം, ഇങ്ങനൊരു സെൻറ്റൻസ് നമ്മളെ മുകളിൽ തന്നിരിക്കുന്ന സൂചനയിൽ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയെങ്കിൽ ഇവിടെ എവിടെയെങ്കിലൊക്കെ നമ്മളിങ്ങനെ പരതി കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കിട്ടും. കണ്ടോ? യഹ് സീഖ്ന ചാഹിയെ കി അച്ഛാ ഇംസാൻ കൈസേ ബൻ സക്താ ഹേ അല്ലേ? ഇവിടെ ഒരു അച്ഛ എന്നുള്ള വാക്കൊക്കെ കണ്ടു. അപ്പോൾ അല്ലേ, നമുക്കിങ്ങനെ ഏകദേശം ഒരു ധാരണ കിട്ടി. അച്ഛാ ഇംസാൻ അല്ലേ, നല്ല മനുഷ്യൻ. അപ്പോൾ നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ക്ലൂ കിട്ടിയല്ലോ മക്കളെ. അപ്പോൾ നമുക്ക് പറയാം ഹം അച്ഛാ ഇംസാൻ ബൻകർ ജിയാങ്കെ അല്ലേ. ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ ഹം എഴുതി, അച്ഛാ ചേർക്കേണ്ടത് ഇംസാന്റെ മുന്നെയാന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടി. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ഇതിലെ ചോദ്യത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഇനി നമുക്ക് നേരെ അടുത്തത് എങ്ങനെ നോട്ട് ചെയ്യാം? ഹം അച്ഛാ ഇംസാൻ ബൻ സക്തേ ഹേ എന്ന് പറഞ്ഞു അല്ലേ, നമ്മൾ നല്ല മനുഷ്യരാവാൻ സാധിക്കും. അപ്പൊ ഇനി നമുക്ക് ഖുഷീസെ ഇതിനകത്ത് ചേർക്കാം. അപ്പൊ സന്തോഷത്തോടെ എന്നാ വരിക. അപ്പോൾ നമുക്ക് സന്തോഷത്തോടെ അല്ലേ നല്ല മനുഷ്യരാവാൻ സാധിക്കുമെന്ന് നമുക്ക് ഇതിനകത്ത് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പിരമിഡിന്റെ ചോദ്യം പ്രിയപ്പെട്ട മക്കൾ എന്തായാലും ഓർത്തു വെക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. മിക്കവാറും ഇത്തരത്തിലുള്ള പിരമിഡ് ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ അതിലെന്തുണ്ടാവും? നമുക്കിതിന് ഓൾറെഡി നമുക്ക് പിരമിഡിന്റെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതെല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, റെഡിയാണല്ലോ? യെസ്, നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാണ്. യെസ്, അടുത്ത ചോദ്യം ഈസ് ബാരിഷ് മേ, ഈ മഴയിൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ഇതൊരു കവിതയാണെന്ന് ഓൾറെഡി നമുക്കറിയാം. ഓരോ ചോദ്യങ്ങൾ കാണുമ്പോഴും മക്കൾ ചെയ്യേണ്ടത് ആ ഒരു ചാപ്റ്ററിൻ്റെ പേരും അതിൻ്റെ പ്രോക്തിയുടെ പേരും. ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, ചാപ്റ്ററിൻ്റെ പേരും പ്രോക്തിയുടെ പേരും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രചയിതാവിൻ്റെ പേര് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. രചയിതാവിൻ്റെ പേര് നിങ്ങൾക്ക് ഓർത്തു വെച്ചാൽ 1 മാർക്കിന് ചോദ്യം കിട്ടും. അതിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ചാപ്റ്ററിൻ്റെ പേര് പറഞ്ഞിട്ട് ഈ ചാപ്റ്റർ എഴുതിയതാര് അല്ലെങ്കിൽ ഇത് ഏത് തരത്തിലുള്ള പ്രോക്തിയാണ് എന്നെല്ലാം ചോദിക്കും. ആ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് വൺ ഇസ് ബാരിഷ് മേ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൻ്റെ കവിതയുടെ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ടല്ലോ മക്കളെ. അഖലി ഫസൽ ഹോത്തെ ഹി സബ് ചുഗത്ത കർ ദൂങ്ക അബ് തോ മേരി ജൂഡി യേ ഗുസായിസ് ബി ചലി ഗയി ഉസി കെ പാസ് അബ് മേരി ബാരിഷ് ബി ചലി ഗയി എന്ന് പറഞ്ഞിട്ട് ഇസ് ബാരിഷ് മേ എന്ന് പറയുന്ന ആ ഒരു കവിതാഭാഗമാണ്. നമുക്ക് വന്നിരിക്കുന്ന ചോദ്യം നോക്കിയേ. വർഷ കെ ലിയേ കവിതാമേ പ്രയുക്ത ശബ്ദ കോൻസാ ഹേ. എന്താ മക്കൾ ഈ കോൻസ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? ഏത് എന്നാണ്. കോൻ എന്ന് പറഞ്ഞാൽ ആര് എന്നാട്ടോ, കിസ്നെ എന്ന് പറഞ്ഞാൽ ആര് എന്നാ. പക്ഷെ കോൻസ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ പറയാ? ഏത് എന്നാണ്. ഇവിടുത്തെ ചോദ്യത്തിന്റെ അർത്ഥം എന്താ? വർഷ കെ ലിയേ കവിതാമേ പ്രയുക്ത ശബ്ദ കോൻസാ ഹേ. വർഷ എന്നതിന് പ്രയുക്തമായിട്ടുള്ള ഒരു വാക്ക് നമ്മുടെ കവിതയിൽ നിന്ന് എടുത്ത് എഴുതാം. അപ്പൊ നോക്കിയേ, ഗുസായിസ് എന്ന് പറഞ്ഞാൽ ബാരിഷ്, ഫസൽ, ജൂഡി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഗുസാരിഷ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കടന്നു പോവുക എന്നാണ്. അപ്പൊ നമുക്ക് വർഷ എന്ന് പറഞ്ഞാൽ എന്താ? മഴയാന്നാണ് അർത്ഥം അല്ലേ, മഴ എന്നല്ലേ. ബാരിഷ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താടോ? എന്താ മക്കളെ ബാരിഷിൻ്റെത്? മഴ എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഉത്തരം എന്താ വരിക? ബാരിഷ് എന്നാണ് വരിക. അപ്പൊ ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴയാണെന്നൊക്കെ അറിയണം കേട്ടോ. ഓക്കെ, അതും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ മക്കളെ ഒരു കാര്യം ചെയ്യേണ്ടത്, ഇനിയുള്ള സമയം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒരു ആവർത്തി കൂടെ വായിക്കുക. നമുക്ക് ഓരോ ചാപ്റ്റർ നമുക്കറിയാലേ. ഇപ്പോൾ ഈ കായി ഏക്കിൽ വരുന്നത് അക്ബർ ചക്രവർത്തി ആര് പഠിപ്പിക്കുന്ന.
അതുപോലെ അതിൽ ഒരു ചാപ്റ്ററും കൂടെ വരുന്നുണ്ട് ഗ്യാൻമാർഗ് എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് വൺ ഇക്കായി തോല് 3 ചാപ്റ്റർ വരുന്നുണ്ട്. ഏതൊക്കെയാ? സുഖുദുഃഖ്, പിതാക്ക പ്രാശ്ചിത്ത്, അതേപോലെ മേരെ ബച്ചെ കോ സിഖായേ, എൻ്റെ മകനെ പഠിപ്പിക്കണം. അതേപോലെ നെക്സ്റ്റ് വൺ വരുന്നത് ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര എന്ന് പറഞ്ഞിട്ട് ഒരു കവിതയുണ്ട് അല്ലേ? ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ബാദൂസ് മംഗൾവാർ കി 100% ഗ്യാരണ്ടി ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്ററാണ് ബാദൂസ് മംഗൾവാർ കി എന്ന് പറയുന്നത്. ഡോക്ടർ രമണി അടിക്കുരിയുടെ അതൊക്കെ എന്തായാലും നമുക്ക് ആ ഒരു ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഓക്കെ, പിന്നെ വരുന്നത് ദോഹെ. 2 ദോഹെ നമുക്ക് പഠിക്കാനുണ്ട്. മക്കളെ എഴുതി വെച്ചോ. 2 ദോഹയിൽ ഏതെങ്കിലും ഒരു ദോഹയെ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് ചോദിക്കും. ദോഹ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഈരടികൾ. അപ്പൊ ദോഹയുടെ ആ 2 വരി കൊടുത്തിട്ട് നിങ്ങളോട് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് ആ ദോഹയുടെ ആശയം എഴുതാൻ വരികയാണ്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, നമുക്ക് 4ാമത്തെ ചാപ്റ്റർ നോക്കിയാട്ടെ. ഇന്ദ്രധനുഷ് ധർത്തി പർവ്വതര. 4ാമത്തെ യൂണിറ്റിൽ പറയുന്നത് ഇന്ദ്രധനുഷ് ധർത്തി പർവ്വതര. പിന്നെ അതുപോലെ ഇസ് ബാരിഷ്മി ജൽ ബാങ്ക്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തല്ലോ, ജൽ ബാങ്ക്. പിന്നെ നെക്സ്റ്റ് വൺ സഫേദ് ഗൂഡ്, വെളുത്ത ശർക്കര എന്ന് പറയുന്ന ഒരു അല്ലെ മനോഹരമായിട്ടുള്ള ഒരു കഹാനിയാണ്. അപ്പൊ അത് ചോദിക്കാം. ഗുബസുരത് അനുഭൂതി ഹേ എവറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എവറസ്റ്റ് കൊടുമുടിയിൽ കയറിയ അല്ലെ ആ ഒരു ചാപ്റ്റർ നമുക്കറിയാം. അതൊരു സാക്ഷാത്കാരാണ്, ഇന്റർവ്യൂ ആണ്. ആ ഒരു ഇന്റർവ്യൂവിൽ കൃത്യമായിട്ട് ആ ഒരു ചാപ്റ്റർ ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിന്റെ പേരൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ഓക്കെ, റെഡി ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യം പറയാം. 9ാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് കവിതയായിട്ട് കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. എന്തായാലും ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ആശയം ഉണ്ടാവും. അപ്പൊ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുയെ ഇൻ പങ്ക്തിയോ കാ ആശയ ലിഖി. കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ വരികളുടെ ആശയം എഴുതാം. എന്തായാലും നമ്മളെ മക്കൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, ഒരു കവിത എഴുതുന്നതിൻ്റെ ഫോമാറ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അതിൽ ആദ്യമായിട്ട് ഉൾപ്പെടേണ്ട ഒരു കാര്യമാണ് കവിയുടെ പേര്. നെക്സ്റ്റ് വൺ കവിതയുടെ പേര്. നെക്സ്റ്റ് വൺ കവിത എന്തിനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ആശയം എഴുതണം, തന്നിരിക്കുന്ന വരികളുടെ ആശയം. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇവിടെ ഇത്രയും വരികൾ തന്നിട്ടുണ്ട്. ഈ വരികളുടെ ആശയം എഴുതണം. അവസാനം നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ സാന്ദർഭികത്വം എഴുതണം. പിന്നെ നമ്മൾ ഇതിൻ്റെ സന്ദേശം എഴുതണം. ഇതാണ് ഒരു ആസ്വാദൻ ടിപ്പണിയുടെ ഫോമാറ്റ്. പക്ഷെ ഒരു ആശയമാക്കി നമ്മൾ എഴുതുന്ന സമയത്ത് മക്കളെ ഇത് വൈഡായിട്ട് കൊണ്ടുപോകണ്ട. പക്ഷെ അതിലെന്തായാലും കവിയുടെ പേരും കവിതയുടെ പേരും ആശയവും സന്ദേശവും ഒക്കെ ഉൾപ്പെടുത്താം. ഓക്കെ, റെഡി? ഞാൻ ഇതൊരു ഫോമാറ്റായിട്ട് നിങ്ങൾക്ക് പറയുന്നില്ല, ഫോമാറ്റ് നിങ്ങൾക്ക് അറിയുന്നു വിചാരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുയെ ഇൻ പങ്ക്തിയോ കാശയിലേക്ക് എന്ന് പറഞ്ഞാൽ കവിതയെയും കവിയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ വരികളുടെ ആശയം എഴുതുക. 100% ഗ്യാരണ്ടി ഇങ്ങനെയുള്ള ചോദ്യം നിങ്ങൾക്കുണ്ടാവും. നമുക്ക് ഓരോ ചാപ്റ്ററിലെ കവിതയും അല്ലെങ്കിൽ ഓരോ യൂണിറ്റിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവിതയൊക്കെ നമ്മളെ മനസ്സിലുണ്ട്. അത് വെച്ചിട്ട് മക്കൾ എന്ത് ചെയ്യണം? ആശയം എഴുതണം. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു ആശയം എഴുതാൻ വേണ്ടിയിട്ടോ ഒരു ആസ്വാദൻ ടിപ്പണിക്ക് വേണ്ടിയിട്ടോ നമ്മൾക്ക് ഒരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് കവിയുടെ പേര്, കവിതയുടെ പേര്, കവിത എന്തിനെ കുറിച്ച്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിനെ പറയുകയാണെങ്കിൽ ഈസ് ബാരിഷ്മി എന്ന് പറയുന്ന ഈ ഒരു കവിത. അതേപോലെ നമുക്ക് ഈ ദോഹ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ? ദോഹയിൽ നമുക്ക് 2 പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരുടെ ദോഹയുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതുന്ന ആ ഒരു ഫോമാറ്റ് വെച്ചിട്ട് നമ്മൾ എഴുതണം. ആദ്യം ഡാഷ് പ്രസിദ്ധ കവി അങ്ങനെ കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ. പ്രമുഖ കവി ഡാഷ് കി കവിത ഹേ ഡാഷ്. പ്രമുഖനായ കവി ഇന്നയാളുടെ കവിതയാണ് ഇന്നത് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, റെഡി ആണല്ലോ? നെക്സ്റ്റ് വൺ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സഫേദ് ഗൂഡ്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്. നമുക്ക് ജലബാങ്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി സഫേദ് ഗൂഡ് കഹാനി കാ യഹ് അംശ പഠേ ഓർ 10 से 13
തക്കെ പ്രശ്ന के उत्तर लिखे 10 മുതൽ 13 വരെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. अच्छा पैसे मत देना मेरी ओर से थोड़ा सा गुड़ ले लो दुकानदार ने प्यार से कहा और एक टुकड़ा तोड़कर उसे देने लगा. उसने मुंह फिरा लिए और चल दिया. നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ചാപ്റ്റർ നമുക്ക് ഭയങ്കരമായിട്ട് പല ആളുകൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ അല്ലേ മക്കളെ. അതായത് വെളുത്ത ശർക്കര എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്തിൽ നമ്മുടെ ആ ഒരു കുട്ടി ഒരുപാട് വെളുത്ത ശർക്കര കഴിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ വെള്ളശർക്കര കഴിക്കാൻ താല്പര്യമുണ്ട്, പൈസയില്ല. പക്ഷെ തൻ്റെ വീട്ടിൽ എന്നും അവൻ എന്ത് ചെയ്യും, കടയിൽ ഇങ്ങനെ വെളുത്ത ശർക്കര ഭരണിയിലാക്കി വെച്ചത് നോക്കിയിട്ട് വായിൽ വെള്ളം കൂറി അവൻ വീട്ടിലേക്ക് തിരിച്ചു വരും അല്ലേ മക്കളെ. എന്നിട്ട് അവൻ എന്ത് ചെയ്യും, തൻ്റെ അമ്മയോട് പറയാൻ അവന് കഴിയില്ല, കാരണം അമ്മയുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് അവനെ അറിയാം. അങ്ങനെ പിന്നെ എന്ത് ചെയ്യാണ്, അമ്മയും മകനും ദൈവത്തിനെ പ്രാർത്ഥിക്കുകയും അങ്ങനെയൊക്കെ വളരെ വീട്ടിൽ അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, അങ്ങനെ ഒരു വളരെ ഒരു ലളിതമായ രീതിയിലാണ് അവരുടെ ലൈഫ് പോയിരുന്നത് അല്ലേ. അതിനിടയ്ക്ക് അവനെ കടയിലേക്ക് പറഞ്ഞയക്കുക. അപ്പോൾ കടയിലേക്ക് പറഞ്ഞയച്ച് അവനിങ്ങനെ പോകുന്ന സമയത്ത് അവൻ എന്ത് ചെയ്തു, ഒരു തിളങ്ങുന്ന ഒരു നാണയം പോലെ ഉള്ളൊരു സാധനം കിട്ടി. അത് വളരെ സന്തോഷത്തോടു കൂടി ഈ നാണയമായിട്ട് എന്ത് ചെയ്തു, നമ്മുടെ കടക്കാരൻ്റെ അടുത്തേക്ക് ചെന്നു. പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്തു, അവൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു നാണയം ഡ്രോപ്പ് ചെയ്ത് പോയിട്ട് അതൊരു കല്ലായിട്ട് മാറി അല്ലേ. പക്ഷെ അങ്ങനെ ഒരു അവസാനം അവൻ്റെ ഈ വിഷമമൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഈ ശർക്കര വിൽക്കുന്ന കടക്കാരൻ അവന് ഒരു കഷണം പൊട്ടിച്ചു കൊടുത്തു. അപ്പം പറഞ്ഞു എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി അവൻ അത് ദൈവം തന്നോളും എന്ന രീതിയിൽ ഒരു ചിന്തയുമായിട്ട് അവന് തിരിച്ചു പോവാണ് അല്ലേ. ആ ഒരു സിറ്റുവേഷനാണ് മക്കളെ ഇവിടെ ചോദിച്ച്. എന്നിട്ട് നമ്മുടെ ചോദ്യം ഇതാണ്, ഉസ്നെ മേ നിഹിത് സർവനാം കോൻസാ ഹേ. ഉസ്നയുടെ സർവനാമം ഏതാണ്? ഉസ്നെ മേ നിഹിത് സർവനാമ കോൻസാ ഹേ. നമുക്ക് 100% ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഉസ്നെ മേ നിഹിത് സർവനാമ കോൻസാ ഹേ. അപ്പോൾ ഉസ്നയുടെ സർവനാമം ഏതാന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, എന്താ സർവനാമം എന്ന് പറഞ്ഞാൽ? സർവനാമം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സർവനാമം എന്ന് പറഞ്ഞാൽ നാമത്തിന് പകരം ഉപയോഗിക്കുന്ന പദത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സർവനാമം എന്ന് പറയുന്നത് അല്ലേ. അപ്പോ സർവനാമത്തെ നമ്മളോട് ചോദിക്കാറുണ്ട്. അതുപോലെ സഹി വികൽപ്പ് ചുൻകർലിക്ക് 2 രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ വരാം. ഒന്ന് സർവനാം, 2 സഹി വികൽപ്പ് ചുൻകർലിക എന്ന് പറഞ്ഞ ചോദ്യം. അതായത് സർവനാമത്തോടു കൂടി പർ സർഗ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് വരാം. അപ്പോൾ ഈ 2 കാര്യത്തിന് നമ്മൾ കോമൺ ആയിട്ട് പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളോടിപ്പം ഇവിടെ ചോദിച്ച ചോദ്യം എന്താ? ഉസ്നെ മേ നിഹിത് സർവനാമ കോൻസാ ഹേ അല്ലേ. ഉസ്നെ മേ നിഹിത് സർവനാമ ക്യാ ഹേ. ഉസ്നയുടെ സർവനാമം എന്താണ്? സംഭവം ചോദ്യമൊക്കെ വളരെ സിമ്പിളാണ്, പക്ഷേ എന്തായാലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ പ്രിയപ്പെട്ട മക്കളെ എന്ത് ചെയ്യാം, ഒരു സർവനാമത്തോട് കൂടിയിട്ട് ഒരു പർസർഗ് ചേരുമ്പോഴാണ് ഈ ഉസ്നയും ഇസ്കായും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഉസ്നെ എന്ന് വരണമെങ്കിൽ ഏത് സർവനാമമാണ് വരിക എന്നതിൽ നമുക്ക് പഠിക്കാൻ ഇതിൽ ഒരു 4 ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. വഹ് എന്നതിനോട് നേ ചേരുമ്പോഴാണ് ഉസ്നെ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഹമ്മിനോട് നേ ചേരുമ്പോൾ ഹംനെ എന്നാണ് വരിക. ഓക്കെ, യഹിനോട് നേ ചേർന്ന് കഴിഞ്ഞാൽ ഉസ്നെ അല്ല വരിക, ഇസ്നെ ആണ് വരിക. വേയോട് നേ ചേർന്നാൽ എന്താ വരിക? ഉൻ നേ എന്നാണ് വരിക. അങ്ങനെയെങ്കിൽ ഉസ്നെ എന്ന് വരുന്നത് വഹിനോട് നേ ചേരുമ്പോഴാണ്. അപ്പം നമ്മുടെ ഉത്തരം ഏതാ വരുന്നത്? വഹ് എന്നാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ഒരു കോ എന്ന് പറയുന്ന പർസർഗത്തിൻ്റെ ഭാഗത്തിനെ കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മേ പ്ലസ് കോ, മുജുക്കോ എന്നാണ് വരിക, മുജുക്കോ. ഇങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾ പഠിക്കുക. മേം, അതുപോലെ ഹം, അതുപോലെ തു, അതുപോലെ തും,
യഹ്, വഹ് ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾ നോക്കുക. മിക്കവാറും നമുക്ക് ഈ വഹു യഹ് ഒക്കെയാണ്. വഹു വരുമ്പോൾ ഉസ്സ എന്ന് ഓർക്കുക, യഹ് വരുമ്പോൾ ഇസ്സാണ് എന്ന് ഓർക്കുക, വേ വരുമ്പോൾ ഉന്നാണെന്ന് ഓർക്കുക, ഏ വരുമ്പോൾ ഇന്നാണെന്ന് ഓർക്കുക. ഇങ്ങനത്തെ സ്ഥിരമായിട്ട് വരുന്നത് ഒന്ന് പ്രിയപ്പെട്ട മക്കൾ എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ സർവനാമവും പർസർഗവും ഒക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ചോദ്യം സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവാം, നിങ്ങളെ നോട്ട് ബുക്കിലൊക്കെ ഉണ്ടാവാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ 10ാമത്തെ ചോദ്യം ഇനി പറയണ്ടല്ലോ. ഉസ്നെ മേ നിഹിത് സർവനാമ ക്യാ ഹേ? ഉസ്നയുടെ സർവനാമം ഏതാണ്? ഉത്തരം വഹാണ്. ഇനി നമ്മളോട് ചോദിച്ച 11ാമത്തെ ചോദ്യം, ഉസ്നെ മൂഹ് ഫിരാലിയ ഓർ ചൽ ദിയ. അല്ലേ, എന്ത് ചെയ്തു? അവൻ മൂഹ് ഫിരാലിയ ഓർ ചൽ ദിയ, അവൻ തൻ്റെ മുഖം തിരിച്ചു നടന്നു. എന്തുകൊണ്ട്? അതിനുള്ള ഒരു 4 നേരത്തെ നമ്മൾ കൊടുത്ത അതേപോലെ 4 ചോദ്യം ചോദിച്ചിട്ട് 1 മാർക്കിനാണ് ചോദിച്ചത്. അപ്പോൾ ഉത്തരം 1 ഉണ്ടാവുള്ളൂ. വഹ് ദൂക്കാൻ സെ ടർത്താ ഹേ, അവൻ കടക്കാരനെ പേടിച്ചിരുന്നു. ഉസേ ദൂസരോം കി ദയ നഹീൻ ചാഹിയെ, അവൻ മറ്റുള്ളവരുടെ ദയ ആഗ്രഹിച്ചിരുന്നില്ല. ഉസേ സഫേദ് ഗൂഡ് പസന്ത് നഹീ ഹേ, അവന് വെളുത്ത ശർക്കര ഇഷ്ടമായിരുന്നില്ല. ദൂക്കാനെ ഉസ്നെ പൈസ മാങ്ക, കടക്കാരൻ അവരോട് പൈസ ചോദിച്ച്. ഇതൊന്നും അല്ല മക്കളെ, ഉത്തരമേതാ? അവന് മറ്റുള്ളവരുടെ ദയ, അല്ലേ? അങ്ങനെ മറ്റുള്ളവരുടെ ദയയും മറ്റുള്ളവരുടെ അനുകമ്പയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്താൽ മതിയായിരുന്നു? നമ്മുടെ ദൂക്കാൻ വാലന്റെ അടുത്ത് നിന്ന് ഒരു വെളുത്ത ശർക്കര വാങ്ങിയിട്ട് പോന്നാൽ മതിയായിരുന്നു. പക്ഷെ അവൻ എന്ത് ചെയ്തില്ല? അത് അവന് ഇഷ്ടമല്ല. നമ്മുടെ ഉത്തരമേതാ മക്കളെ? ഉസേ ദൂസരോം കി ദയ നഹീം ചാഹിയെ എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ നെക്സ്റ്റ് വൺ, നമ്മളുടെ ചോദ്യം 12ാമത്തെ ക്വസ്റ്റ്യൻ. ഗർ പഹൂഞ്ച് കർ ലഡ്കേനെ മാം കോ ദുക്കാൻ കി ഘടനാവും ബതായി. വീട്ടിലെത്തിയപ്പോൾ നമ്മളുടെ ആൺകുട്ടി തൻ്റെ അമ്മയോട് ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. മാമോർ ലഡ്കെ കെ ബീച്ച് സംഭാവിത് ബാധിജി തയ്യാർ കരേ. അമ്മയും ആൺകുട്ടിയും തമ്മിലുള്ള സംഭാഷണം. ബാധിച്ചീത് എന്ന് പറഞ്ഞാൽ വാർത്താലാപ് എന്നാണ്. വാർത്താലാപ് ഓർ ബാധിച്ചീത് എന്നാ വരിക. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ ഒരു വാർത്താലാപ് എഴുതാൻ വേണ്ടിയിട്ട് ചോദ്യം വന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം? മാക്സിമം ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടന്റ്, നമുക്ക് വാർത്താലാപിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കണ്ടന്റ് നമ്മുടെ ഈ ഒരു മുകളിലുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടെ ഒരു വേർഡ് ഓൾറെഡി ഉണ്ട്, പിന്നെ കടക്കാരനോട് അവൻ ചോദിച്ചതൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അമ്മയും മകനും തമ്മിലുള്ള സംഭാഷണത്തിൽ നമുക്ക് പിന്നെ സ്ഥിരമായ ഒരു സംഭാഷണം വരുന്ന സമയത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന 1-2 വേർഡ്സുകളുണ്ട്. ഒന്ന് ക്യാ ചാഹിയെ എന്ന് ചോദിക്കാം, ക്യാ ചാഹിയെ. അതുപോലെ ക്യാ ഹുവ, ക്യാ ഹുവ. അതുപോലെ ഹാ ടീക്ക് ഹേ, ഹാ ടീക്ക് ഹേ. ഇങ്ങനെയൊക്കെയുള്ള ഒരു വേർഡ്സുകൾ, ഇങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് വാക്കുകളുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചുരുങ്ങിയത് നമുക്കൊരു 4-8 എക്സ്ചേഞ്ചസ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു വാദിച്ചീത് തയ്യാറാക്കാം. 1 മാർക്കാണ് കിട്ടാൻ പോകുന്നത്, അല്ലേ? 4 മാർക്കാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ 1 മാർക്കിൻ്റെ ചോദ്യം ഞാനിപ്പം പറഞ്ഞു, 4 മാർക്കും പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് വൺ, അടുത്തൊരു ക്വസ്റ്റ്യൻ പാറ്റേണിലേക്ക് പോവാണ് മക്കളെ. സഹി മിലാൻ കരേ മാച്ച് ദ ഫോളോയിങ്. അല്ലേ, മാച്ച് ദ ഫോളോയിങ്. എത്ര നേരമായി കാത്തിരിക്കുന്നു, അല്ലേ? പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൈ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക, പോസ്റ്റർ ഉണ്ടോ, മാച്ച് ദ ഫോളോയിങ് ഉണ്ടോ, സഹി പ്രസ്താവ് ചുൻകർലികയുണ്ടോ, പിന്നെ അതുപോലെ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനുള്ള ചോദ്യങ്ങൾ എത്ര ഉണ്ട് എന്നൊക്കെയല്ലേ മക്കളെ? അല്ലേ അല്ലേ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുന്ന 4 മാർക്കിൻ്റെ ഒരു ചോദ്യം. ദുക്കാൻദാർ കോ ലഡ്കെ പർ, കടക്കാരൻ നമ്മളുടെ ആൺകുട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും സൂചനകൾ ഇതിനകത്തുണ്ടോ എന്നൊന്ന് നോക്കണേ. അതുപോലെ ലഡ്കേനെ ദുക്കാൻദാർ സേ, ആൺകുട്ടി നമ്മുടെ കടക്കാരനോട്. ദുക്കാൻദാർ ഗൂഡ് കാ ടൂക്ട. നെക്സ്റ്റ് ലഡ്ക മൂഹ് ഫേർക്കർ, അല്ലേ? അപ്പൊ ഈ മൂഹ് ഫേർക്കർ, ലഡ്ക മൂഹ് ഫേർക്കർ എന്നുള്ളത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു സൂചനയായിട്ട് കൊടുക്കാം. ഉസ്കാ മൂഹ് ഫിരാലിയ ചൽ ദിയ, അല്ലേ? അപ്പൊ നമുക്ക് പറയാം ഗൽ ചലാഗയ. അപ്പൊ ലഡ്ക മൂഹ് ഫേർക്കർ ഗർ ചല. ദുക്കാൻദാർ ഗൂഡ് കാ ഏക് ടൂക്ട.
ലഡ്കെ കോ ദേനെ ലഗ അല്ലേ, ലഡ്കെ കോ ദേനെ ലഗ. ലഡ്കെ നെ ദുക്കാൻദാർ സെ, ലഡ്കെ നെ ദുക്കാൻദാർ സെ, ആൺകുട്ടി കടക്കാരനോട്. അതുപോലെ ദുക്കാൻദാർ കോ ലഡ്കെ പർ, കടക്കാരൻ ആൺകുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ദുക്കാൻദാർ കോ ലഡ്കെ പർ, കടക്കാരൻ ആൺകുട്ടിക്ക്, കടക്കാരൻ ആൺകുട്ടിക്ക്. ഗൂഡ് അല്ലേ, ഇതിൽ ഓപ്ഷനുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, റെഡി? അപ്പം നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം. അപ്പം സഹി മിലാൻ കരെ എന്ന് പറയുന്ന ഈ ഒരു ചോദ്യം ഒന്ന് മക്കൾ നോക്കണേ. ദുക്കാൻദാർ കോ ലഡ്കെ പർ, കടക്കാരനെ അല്ലേ, ലഡ്കെ പർ, ഈ ആൺകുട്ടിയുടെ അടുത്ത് എന്തു വന്നു? ഒരു സോഫ്റ്റ് കോർണർ ഒക്കെ വന്നു അല്ലേ. കാരണം ഈ ആൺകുട്ടി ഇങ്ങനെ ഈ പൈസ കിട്ടാതെ ഭയങ്കര വിഷമിച്ചിരിക്കുക അല്ലേ. ഈ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? കടക്കാരൻ ആൺകുട്ടിയോട് കുറച്ച് ദയൊക്കെ തോന്നി. അതുപോലെ ലഡ്കേനെ ദുക്കാൻദാർ സെ, ആൺകുട്ടി ദുക്കാൻദാർ സെ, കടക്കാരനോട് അല്ലേ, ആൺകുട്ടി കടക്കാരനോട് എന്താണ് ആവശ്യപ്പെടുക അല്ലേ. ആൺകുട്ടി കടക്കാരനോട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു വെളുത്ത ശർക്കര തരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദുക്കാൻദാർ ഗൂഡുക്ക ഏക്ക് ടൂക്ട, കടക്കാരൻ എന്ത് ചെയ്തു? ഒരു ശർക്കരയുടെ ഒരു കഷ്ണം എന്ത് ചെയ്തു? നമ്മുടെ ആൺകുട്ടിക്ക് എന്ത് ചെയ്തു? കൊടുത്തിട്ടുണ്ട്. ലഡ്ക മൂഹ് ഫേർക്കർ, ആൺകുട്ടി തൻ്റെ മുഖം തിരിച്ചിട്ട് എന്താ ചെയ്തത് എന്നുള്ളതും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഓപ്ഷനുകൾ ഇപ്പുറത്തെ സൈഡ് ഒന്ന് നോക്കി മക്കളെ. ഗൂഡ് നെഹിലിയ, ഗൂഡ് നെഹിലിയ, അതായത് ശർക്കര നൽകിയില്ല അല്ലേ. പിന്നെ അതുപോലെ ലഡ്കേക്കോ ദേന ലഗ, ആൺകുട്ടിക്ക് കൊടുക്കാൻ തോന്നി. ഘർ ചലാ ഗയ, വീട്ടിലേക്ക് തിരിച്ചുപോയി. ദയ ആയി ഹേ, ദയ ഉണ്ടായി അല്ലെങ്കിൽ ദയ വന്നു എന്ന് പറഞ്ഞാൽ കടക്കാരന് ആൺകുട്ടിയിൽ വളരെയധികം ദയ തോന്നി. അങ്ങനെയാണല്ലോ ഈ ഒരു വെളുത്ത ശർക്കര കൊടുക്കാൻ തോന്നിയത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. നമ്മൾ 2 പാർട്ട് എഴുതിയിട്ട് നമ്മുടെ എ പാർട്ടും ബി പാർട്ടും, എന്നിട്ട് എ പാർട്ടിൽ ഇത്രയും എണ്ണം നേരെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ രീതിയിലേക്ക് നമ്മൾ ഇതിൻ്റെ ഒരു ഉത്തരം കണ്ടുപിടിച്ച് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വൺ വരാൻ പോകുന്നത് ഡോക്ടർ കെ നാം മസ്തൂർ കാ പത്ര എന്ന് പറയുന്ന ഒരു കവിതയുടെ ഭാഗമാണ്. ഓക്കെ മക്കളെ, അപ്പോൾ ഈ ഒരു സഹി മിലാൻ കരയുടെ ചോദ്യം നമ്മൾ എന്തായാലും നമ്മുടെ എക്സാമിന് പ്രതീക്ഷിക്കാം. നമുക്കൊരു 4 മാർക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിന് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ചാപ്റ്റർ ഇങ്ങനെ 1 2 ആവർത്തി ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു മാച്ച് ദ ഫോളോയിങ് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുക? ദുക്കാൻദാർ കോ ലഡ്കെ പർ, നമ്മൾ നേരത്തെ മീനിങ് 2ന്റെ മീനിങ്ങും പറഞ്ഞു. അപ്പോൾ നമുക്കിനി ആൻസറിലോട്ട് കിടക്കാം. ദുക്കാൻദാർ കോ ലഡ്കെ പർ, കടക്കാരൻ നമ്മളുടെ അല്ലേ, കടക്കാരന് ആൺകുട്ടിയോട് എന്ത് തോന്നി? ദയ ആയി ഹേ, ദയ തോന്നി അല്ലേ. ലഡ്കേനെ ദുക്കാൻദാർ സേ ഗൂഡ് നെഹിലിയ, അതായത് ആൺകുട്ടിക്ക് കടക്കാരൻ എന്ത് ചെയ്തിട്ടില്ല? വെളുത്ത ശർക്കര നൽകിയില്ല അല്ലേ. ദുക്കാൻദാർ ഗൂഡ്ക ഏക്ക് ടൂക്ട ലഡ്കേക്കോ ദേനെ ലഗ, പക്ഷെ കടക്കാരൻ എന്ത് ചെയ്തു? നമ്മുടെ ഈ ഒരു വെളുത്ത ശർക്കരയുടെ ഒരു കഷ്ണം എന്ത് ചെയ്തു? കുട്ടിക്ക് കൊടുത്തു. ലഡ്ക മൂഹ് ഫേർ കർ ഘർ ചലാ ഗയ, അവൻ വളരെ വിഷമത്തോട് കൂടിയിട്ട് തല കുനിച്ചുകൊണ്ട് മുഖം തിരിച്ചുകൊണ്ട് എങ്ങോട്ട് പോയി? വീട്ടിലോട്ട് പോയി. ഓക്കെ, റെഡി? ക്ലിയർ മക്കളെ? അപ്പം നമ്മൾ ഓരോന്ന് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നേരെ അടുത്തൊരു സെഷനിലേക്ക് പോവാണ്. ഡോക്ടർ കെ നാം പർ മസ്തൂർ കാ പത്ര, കവിത കി പങ്ക്തിയോം പഠേ ഓർ പ്രശ്ൻ കെ ഉത്തർ ലിഖേ. ഡോക്ടർ കെ നാം മസ്തൂർ കാ പത്ര എന്ന് പറയുന്ന പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഹമേ മാലൂ ഹേ അപ്നി ബീമാരി കാ കാരൺ, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ രോഗത്തിൻ്റെ കാരണം. അപ്നി ബീമാരി കാ കാരൺ, ബീമാരി എന്ന് പറഞ്ഞ രോഗം എന്നാണ്. ഞങ്ങളുടെ രോഗത്തിൻ്റെ കാരണം. വഹി ഏക്ക് ചോട്ടാ സാ ശബ്ദ് ഹേ,
അതൊരു ചെറിയ വാക്കാണ്. ജിസേ സബ് ജാൻതേ ഹൈ, അതെല്ലാവർക്കും അറിയാം. പർ കഹ്ത കോയി നഹീം, പക്ഷേ ആരും അത് പറയുന്നില്ല. വഹ്ഹേ ഗരീബി, അതാണെന്ത്? ദാരിദ്ര്യം. നമുക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കവിതയെ കുറിച്ചിട്ടുള്ള കവിതാഭാഗത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് കവിതയുടെ ഭാഗം, ഒന്ന് ഇസ് ബാരിഷ് മേ വന്നൂലേ. അപ്പോൾ ചോദ്യം ഇതാണ്, ചോട്ടാ ശബ്ദ മേ വിശേഷൻ കോൻ സാ ഹേ. ഞാൻ നേരത്തെ പറഞ്ഞു കോൻസ എന്നതിൻ്റെ അർത്ഥം ഏത് എന്നാണ്. ചോട്ടാ ശബ്ദ് എന്ന വാക്കിൻ്റെ വിശേഷണം എന്താണ്? വിശേഷണ പദം നമുക്ക് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. വിശേഷണ പദം ഞാൻ ഇവിടെ തന്നെ നോട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു 2 വേർഡ് തന്നിട്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് വന്നത് ചോട്ടാ ശബ്ദ് എന്നാണ് അല്ലേ. ചോട്ടാ ശബ്ദ് ഇസ്കാ വിശേഷൻ ശബ്ദ ഹേ. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ചോട്ട എന്നതിൻ്റെ വിശേഷണ വാക്ക് ചോട്ടാ ശബ്ദിൻ്റെ വിശേഷണ വാക്ക് ചോദിച്ചാൽ ചോട്ടയാണ്. പക്ഷെ നമുക്കിപ്പം ചെറിയൊരു രീതിയിൽ, വേറൊരു രീതിയിലും കൂടെ നമ്മുടെ ഈ ഒരു ചോദ്യം വന്നേക്കാം. നമുക്കിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോട്ടാ ശബ്ദ് എന്നൊരു 2 വേർഡ് തന്നിട്ട് അതിനകത്ത് വിശേഷണ വാക്ക് ചോദിക്കുന്നതിന് പകരം മക്കളെ ഇതിനെ ഒരു ഓപ്ഷനായിട്ട്, അതായത് ഇസ്കാ വിശേഷ ശബ്ദ് കോൻ സാ ഹേ എന്നിട്ട് നമുക്കൊരു 4 ഓപ്ഷൻ തരിക എന്ന് വിചാരിക്കാം. ഈ ഒരു ചാപ്റ്ററിനെ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം. ഒന്ന് ബീമാരി എന്ന് പറയണം, ബീമാരി, അതുപോലെ ചോട്ട, അതുപോലെ ശബ്ദ്, അതുപോലെ ഗരീബി, ഇങ്ങനെ ഓപ്ഷൻ നമുക്ക് തരാം. എന്നിട്ട് നമ്മളോട് പറയാണ് ഈസ്കാ വിശേഷൺ ശബ്ദ കോൻസാഹേ, ഈ തന്നിരിക്കുന്നതിലെ വിശേഷണ വാക്ക് ഏതാണ്? അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ഐഡിയ പ്രയോഗിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം വളരെ സിമ്പിൾ. എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഓപ്ഷനിലെ ഓരോ വേർഡുകളും നമ്മൾ നോക്കാം. ബീമാരി എന്ന് പറഞ്ഞാൽ രോഗി എന്നാണ് അല്ലേ, രോഗി അല്ലെങ്കിൽ രോഗം എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഇതൊരു നൗണാണ്, ഒരു നാമമാണ്. ചോട്ട എന്ന് പറഞ്ഞാൽ ചെറുത് എന്നാണ് അല്ലേ. എന്തോ ഒന്നിന്, എന്തോ ഒരു നാമത്തെ നമ്മൾ ചെറുതെന്ന് വെച്ചു, ചെറിയ എന്ന് വിശേഷിപ്പിച്ചു അല്ലേ. അപ്പോൾ ഇതൊരു വിശേഷണം, ഞാനിത് ഓപ്ഷനായിട്ട് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് പറയാം. ശബ്ദ് എന്ന് പറഞ്ഞാൽ വേർഡ് എന്നാണ് അല്ലേ, അതൊരു നൗണാണ്. ഗരീബ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർ എന്നാണ്, അതും നൗണാണ്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന 4 ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിലെന്തായാലും ഒരു വിശേഷണവും 3 നാമവും അല്ലെങ്കിൽ സർവനാമവും എന്തു ആവാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന നൗൺ ഏതാണോ ആ നൗണിനെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിനകത്ത് നോട്ട് ചെയ്യാം. ഓക്കെ, റെഡി ആണല്ലോ, ക്ലിയർ അല്ലേ? അപ്പോൾ ചോട്ടാ ശബ്ദ് എന്നതിലെ വിശേഷണ വാക്ക് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചോദിക്കുകയെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഉത്തരം ചോട്ട എന്ന് എഴുതാം. അതല്ല ഇതേപോലെ നമുക്ക് ഓപ്ഷനായിട്ട് വന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ തന്നിരിക്കുന്നതിലെ നൗണും വിശേഷണവും തിരിച്ചറിഞ്ഞാൽ മതി. ഓക്കെ, റെഡി ആണല്ലോ, സെറ്റാണല്ലോ. അപ്പോൾ ആ ചോദ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനി 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. യഹ് ആശയവാലി പങ്ക്തിയാം ചുൻകർ ലിഖേ, ഈ ആശയം വരുന്ന വരികൾ തെരഞ്ഞെടുത്തെഴുതുക. എന്നിട്ട് ഇവിടെ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ടോ നോക്കി. ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? യഹ് ആശയവാലി പങ്ക്തിയും ചുൻകർ ലിഖേ, ഈ ആശയം വരുന്ന വരികൾ തെരഞ്ഞെടുത്തെഴുതുക. പല ആളുകൾക്കുള്ള ഒരു കൺഫ്യൂഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആശയവാലി എന്ന് കാണുമ്പോഴത്തേക്കിനും ഇത് ആശയം എഴുതാനുള്ളതാണോ എന്നൊരു ചെറിയ ഡൗട്ട് പല ആളുകൾക്കും ഉണ്ട്. മക്കളെ, ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമല്ല. ആശയവാലി പങ്ക്തിയും ചുൻകർ ലിഖേ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. 2 മാർക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടും. ഈ ആശയം വരുന്ന വരികൾ തിരഞ്ഞെടുത്തെഴുതുക. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒന്ന് നോക്കി. മസ്ദൂർ അപ്പിനി ബീമാരി കാ കാരൺ ജാൻതേ ഹൈം. മസ്ദൂർ എന്ന് പറഞ്ഞാൽ രോഗികൾ എന്നാണ് അല്ലേ, നമുക്കറിയാം രോഗി എന്നാണ്. ബീമാരി എന്ന് പറഞ്ഞാൽ രോഗം എന്നാണ്. കാരൺ എന്ന് പറഞ്ഞാൽ കാരണം. ജാൻതേ എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ്. അപ്പം ഇങ്ങനെ ഒരു ആശയം വരുന്ന വരികൾ ഇതിലേതാ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പറയാം, ഹമേ മാലൂ ഹേ അപ്പിനി ബീമാരി കാ കാരൺ വഹ് അപ്പിനി ചോട്ടാ സാ ശബ്ദ് ഹേ ജിസേ സബ് ജാൻതേ ഹൈം പർ കഹ്താ ഹേ നഹീം വഹ് ഗരീബി. അപ്പോൾ ഇവിടെ ബീമാരി കാ കാരൺ നമുക്ക് കണ്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ ബീമാരി കാ കാരൺ. മസ്ദൂർ എന്നുദ്ദേശിക്കുന്നത്, പിന്നെ ഇവിടെ ഹമേം എന്ന് പറയുന്നത് തൊഴിലാളികളെയാണ്. ജാൻതേ എന്ന് പറഞ്ഞാൽ അറിയാം. അപ്പോൾ മാലൂം എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ്, ഞങ്ങൾക്കറിയാം. അപ്പോൾ ഈ അർത്ഥം വരുന്ന
ഈ കവിതയുടെ വരികൾ എന്ന് പറയുന്നത് ഈ മുകളിൽ കൊടുത്ത 2 വരിയാണ്. അപ്പോൾ പ്രിയപ്പെട്ട മക്കൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നിങ്ങൾക്ക് ഇതുപോലെ തന്നിരിക്കുന്ന സെന്റൻസിനകത്ത് നമ്മളുടെ ഈ ആശയം കണ്ടുപിടിക്കാനുള്ള 100% ഗ്യാരണ്ടി ആശയം കണ്ടുപിടിക്കാനുള്ള ഒരു ക്ലൂ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ആ ക്ലൂ വളരെ കൃത്യമായിട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. യഹ് ആശയ വാലി പങ്ക്തിയും ചുൻകർ എന്ന് പറഞ്ഞാൽ ഈ ആശയം വരുന്ന വരികൾ തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. താഴെ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ സെന്റൻസ് വൃത്തിയായിട്ട് വായിച്ചു നോക്കുക. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മസ്സൂർ എന്നുള്ളതിന് ഇവിടെ ഹമ എന്ന് പറഞ്ഞു. അപ്പിനിലെ ബീമാരി എന്ന് പറഞ്ഞാൽ രോഗം എന്ന് പറഞ്ഞു. ബീമാരിക്കാരൻ അതേ ലൈൻ ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട്. ജാനിന എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ്. അപ്പം മാലു എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ്. ഓക്കെ, റെഡി, ക്ലിയർ. അപ്പോൾ എല്ലാവർക്കും ഇതിന് 2 മാർക്ക് കിട്ടും എന്ന് ഉറപ്പാണ്, 100% ഗ്യാരണ്ടി. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ, നമ്മൾ അടുത്തൊരു ഏരിയയിലോട്ട് പോവാണ്. ഗുബുസുരതാനുഭൂതി ഹേ എവറസ്റ്റ്. എവറസ്റ്റ് കൊടുമുടിയിലെ മനോഹരമായ കാഴ്ചകൾ. എവറസ്റ്റ് കൊടുമുടിയിലെ മനോഹരമായ കാഴ്ചകൾ. ഇതൊരു സാക്ഷാത്കാരാണ്, അഭിമുഖമാണ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പർവ്വതാരോഹി ആരാന്നൊക്കെ നമുക്കറിയാം, സന്തോഷ് യാദവ് അല്ലേ. ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എവറസ്റ്റ് കൊടുമുടിയിലെ മനോഹരമായ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സന്തോഷ് യാദവ് എന്ന് പറയുന്ന പർവ്വതാരോഹിയോട് നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ അല്ലേ. എന്നിട്ട് ആ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു എവറസ്റ്റിൽ കയറിയപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം, ഇനി നിങ്ങളുടെ അടുത്തൊരു അംബീഷൻ എന്താണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോ മഹത് വ്യക്തിത്വങ്ങളെക്കുറിച്ച്, ജീവിതത്തിൽ ഒരുപാട് വിജയം കൈവരിച്ച ആളുകളോട് ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്ന നമ്മൾ ചാനലുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ ഒരു ഇൻ്റർവ്യൂ ആണ് മക്കളെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ചാപ്റ്റർ നന്നായിട്ട് ഓർത്ത് വെക്കണം. ഇതിനകത്ത് കൊടുത്ത ഇതാണ്, ജബ് മേൻ ടോപ്പ് പർ പഹുഞ്ചി തോ ഭാവാത്മക രൂപസേ മേൻ ശൂന്യ ഹോ ഗയി. ഞാൻ മുകളിലെത്തിയപ്പോൾ ഭാവാത്മകമായി ഞാൻ ഒരു ശൂന്യമായതുപോലെ എനിക്ക് തോന്നി. ന കിസി പ്രകാർ ഖുഷി ദി ഓർ നഹി കോയി കം. എനിക്കൊരു സന്തോഷവും ദുഃഖമൊന്നും തോന്നിയില്ല. എനിക്ക് ഒരുപാട് സന്തോഷവും തോന്നിയില്ല, എന്നാലും എനിക്ക് ദുഃഖമൊന്നും തോന്നിയില്ല. ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഫീല് എനിക്കുണ്ടായി. वॉकी टॉकी फोन के जरिए मुझे सूचना दी गई कि मैं एवरेस्ट पर पहुंच गई. വോക്കി ടോക്കി ഫോണിന്റെ സഹായത്തോടു കൂടി എനിക്ക് സൂചന ലഭിക്കും. ഓരോ നിർദ്ദേശങ്ങളും ഓരോ സൂചനകളും മുന്നറിയിപ്പുകളൊക്കെ ലഭിക്കും. അത് വെച്ച് ഞാൻ എവിടെ എത്തി? എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലെത്തി. 16ാമത്തെ ചോദ്യം എന്താ മക്കളെ? സന്തോഷ് യാദവ്. 16ാമത്തെ ചോദ്യം വരുന്നത് ഇതാണ്, സന്തോഷ് യാദവ് കോൻ ഹേ. സന്തോഷ് യാദവ് ആരാണ്? എല്ലാവർക്കും അറിയാം, പർവ്വതാരോഹി അല്ലേ. പർവ്വതാരോഹി, ഒരു പർവ്വതാരോഹിയാണ്. പിന്നെ വോക്കി ടോക്കി ഫോൺ കെ ജരിയെ സന്തോഷ് യാദവ് കോ കിസ്കി സൂചന ദി ഗയി. ഇപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഇതുകൊണ്ടോ, വാക്കി ടോക്കി ഫോൺ കെ ജരിയെ സന്തോഷ് യാദവ് മുझे സൂചന ദി ഗയി. എന്ത് സൂചനയാണ് ലഭിച്ചത്? മേ എവറസ്റ്റ് പർ പഹുഞ്ച് ഗയി. ഞാൻ എവറസ്റ്റിന്റെ മുകളിലെത്തി. എന്താ പ്രശ്നം? ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് വളരെ നൈസായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂലേ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിന്റെ ഉത്തരം എന്താ വരിക? ഇതിനകത്ത് ഓൾറെഡി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ജൽദി ഗർ ജാനാ ഹേ. തെറ്റ് അല്ലേ, വേഗം വീട്ടിൽ പോവാൻ. പരാജിത് ഹോ ഗയി, പരാജയപ്പെട്ടു എന്നതാണ്. എവറസ്റ്റ് പർ പഹൂഞ്ചി, അത് പിന്നെ ഇനി പറയേണ്ട ആവശ്യമില്ല. ഇതാണ് ആൻസർ വരുന്നത്. ഗാനയ്ക്ക് തയ്യാറി, ഭക്ഷണം കഴിക്കാൻ തയ്യാറാവാൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വന്നിട്ടുള്ള നിങ്ങളുടെ ഹിന്ദി എക്സാമിന്റെ എല്ലാ ചോദ്യത്തിലും മാക്സിമം ഒരു 90% നമുക്ക് തന്നെ അറിയാം, നമ്മൾക്ക് അതിന്റെ ഉത്തരം ഇതിനകത്ത് തന്നെ കണ്ടെത്താൻ പറ്റും. ഓക്കെ, 18ാമത്തെ ചോദ്യം ഇതാണ്, എവറസ്റ്റ് പർ ചढ़ने की अनुभूति को लेकर സന്തോഷ് യാദവ് की സംഭാവിത് ഡയറി ലിഖേ. എവറസ്റ്റ് കൊടുമുടിയിൽ കയറിയ അനുഭവം വെച്ച് സന്തോഷ് യാദവ് അന്നേ ദിവസം എഴുതിയിട്ടുള്ള ഡയറി. നമുക്ക് എല്ലാവർക്കും അറിയാം, 4 മാർക്കിന് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിലൊന്നാണ് പോസ്റ്റർ, 2 ഡയറി, 3 പത്ര,
4 ചരിത്രപര ടിപ്പണി. രമണി അഡ്കുറിയുടെ ചരിത്രപര ടിപ്പണിയൊക്കെ സ്ഥിരമായി എക്സാമിന് ചോദിക്കുന്ന കേട്ടോ, നോട്ട് ചെയ്യണേ മക്കളെ. പിന്നെ അതുപോലെ ആശയ് അല്ലെങ്കിൽ ആസ്വാദൻ ടിപ്പണി, ആസ്വാദൻ ടിപ്പണി. അതേപോലെ ഞാൻ നേരത്തെ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നു അല്ലേ, ബാദ് ചീത്, ബാദ് ചീത്. പോസ്റ്റർ, ഡയറി, പത്ര, ചരിത്രപര ടിപ്പണി, ആശയ്, ബാദ് ചീത്. ഈ 6 നമുക്ക് റെഗുലർ ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ പോസ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ബാദ് ചീത് ഡിസ്കസ് ചെയ്തു, ആശയം ഡിസ്കസ് ചെയ്തു. ഇനി ഡയറി, പത്ര, ചരിത്രപര ടിപ്പണിയൊക്കെ നമുക്കറിയാം. രമണി അഡ്കുറിയുടെ ക്യാരക്ടർ സ്കെച്ചൊക്കെ സ്ഥിരമായി ചോദിച്ചാണ്, ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ഓർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എവറസ്റ്റ് पर चढ़ने की अनुभूति लेकर संतोष यादव की संभावित डायरी लिखेना, അല്ലെങ്കിൽ സന്തോഷ് യാദവ് മൗണ്ട് എവറസ്റ്റ് पर चढ़ने वाली ഭാരതീയ മഹിള ഹേ. എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ ആദ്യമായി കയറിയ ഭാരതത്തിലെ മഹിളയാണ് സന്തോഷ് യാദവ്. ഉസ്ക അഭിനന്ദൻ കർക്ക് ഏക്ക് പത്ര തയ്യാർ കരി. അപ്പൊ നിങ്ങൾക്ക് ഡയറി ചോദിക്കാം, പത്ര ചോദിക്കാം. ഡയറി ആയാലും പത്രമാണെങ്കിലും പ്രിയപ്പെട്ട മക്കൾ മനസ്സിലാക്കുക, ഇതിന് രണ്ടിനും വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കണ്ടന്റുകൾ നമുക്ക് മതി. കണ്ടന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡയറി എഴുതുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു പത്ര തയ്യാറാക്കുക എന്നതിനെ കുറിച്ചൊരു ജസ്റ്റ് ഒരു ഫോമാറ്റ്, ഞാൻ ഒരു ഡയറിയുടെ ഫോമാറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റെഡി. അപ്പോൾ ഒരു ഡയറിയുടെ ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒരു ബോർഡർ വരയ്ക്കുക. അപ്പോൾ ഡയറി ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഡേറ്റ്, താരീഖ്, സ്ഥാനം എല്ലാം കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളൊരു ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ 10 ജൂൺ 2023, ഡേ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ബുധവാറാണെങ്കിൽ ബുധവാരം. നിങ്ങൾക്ക് പിന്നെ ഡേ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഡേ ഒക്കെ എഴുതിയാൽ മതി മക്കളെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറിയുടെ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്ത് കൊടുക്കും അല്ലേ, ആജ് മേരെ ലിയേ, എനിക്ക് ഇന്ന്, മേരെ ലിയേ ബഹുത്ത്, എനിക്കിന്ന് വളരെയധികം അല്ലേ, ബഹുത്ത്, ഖുഷി കാ ദിന്ത അല്ലെങ്കിൽ ദുഃഖ കാ ദിന്ത, നമുക്ക് എന്താണോ എന്ന് വെച്ചാൽ അത് എഴുതാം. ദിന്ത അല്ലേ, ഇന്ന് എനിക്ക് വളരെയധികം സന്തോഷമാണ്. ആജ് കാ ദിൻ ബഹുത്ത് ഖുഷി കാ ദിൻ, ആജ് മേരെ ലിയേ ബഹുത്ത് ഖുഷി കാ ദിന്ത, എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഒന്നാമത്തെ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് കിട്ടി. ഇനി ഇവിടെ നമ്മൾ കണ്ടന്റ് നോട്ട് ചെയ്യാം. അവസാനം നമുക്ക് പറയാം, ഇന്നത്തെ ദിവസം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ആജ് കാ ദിൻ, ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം. മേം, മേം കബി നഹി ഭൂലൂങ്ക, എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. മേം കബി നഹി നഹീം ഭൂലൂങ്ക, കബി നഹീം ഭൂലൂങ്ക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉൾപ്പെടുത്താം. ഇനി ഇവിടെയാണ് പല ആളുകളുടെയും പ്രശ്നം അല്ലേ. പല ആളുകൾക്കുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കണ്ടന്റ് എഴുതാൻ അല്ലെങ്കിൽ കണ്ടന്റ് അറിയാത്ത കുറേ ആളുകളുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അഥവാ കണ്ടന്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ഞാനൊരു ചെറിയ ക്ലൂ പറഞ്ഞു തരാം. നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യനകത്ത് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, ഇതിലെന്തെങ്കിലും സൂചനകളുണ്ടോ നോക്കാം. ജബ് മേൻ ടോപ്പ് पर पहुंची അല്ലേ, ഞാൻ ടോപ്പിലെത്തിയ സമയത്ത് ഭാവാത്മക രൂപ സെ കിസീനെ ഖുഷി ഓർ നദാ വാക്കി ടോക്കി മുझे, ഈ ഇതേ കണ്ടന്റ്, ഈ സൂചനയ്ക്കകത്ത് നമ്മൾക്ക് തന്നിട്ടുള്ള ഈ സെയിം കണ്ടന്റ് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം, ആശയമാക്കിയിട്ട് നമുക്ക് ഉൾപ്പെടുത്താം. കാരണം ഇതിലൊക്കെ പറയുന്നുണ്ട് ആജ് മേരിലെ ബഹുത്ത് ഖുഷി ഭരാ ദിന്ത ആജ് കാ ദിൻ. അപ്പൊ ഇതുപോലെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യാം, ഡയറി ആയാലും ലെറ്റർ ആയാലും നിങ്ങൾക്ക് ഇതുപോലെ എഴുതാൻ വേണ്ടി സാധിക്കും. ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമേ ഇല്ല. ഇനി അടുത്തൊരു ചോദ്യം നോക്കിയാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം. 4 സഹി പ്രസ്താവ് ചുൻകർ ലിഖേ, 4 ശരിയായ പ്രസ്താവന തെരഞ്ഞെടുത്തെഴുതുക. 4 ശരിയായ പ്രസ്താവന തെരഞ്ഞെടുത്തെഴുതുക. ഈ ഒരു ചോദ്യത്തിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഒരിക്കലും വിട്ടുകളയരുത് കേട്ടോ മക്കളെ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം. ഇപ്പം ഇവിടെ ഒരു 6 തന്നിട്ടുണ്ടല്ലേ, 1 2 3 4 5 6. നമുക്ക് എത്ര ഓപ്ഷനാണ് തന്ന്, 6 തന്നു, ഇതിൽ 4 എഴുതാൻ പറഞ്ഞു.
ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മക്കളെ, നിങ്ങൾക്ക് ഇതിലെ ഏത് 4 ഇപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഉത്തരം അറിയില്ല എന്ന് വിചാരിക്കാം. ഇതിൽ ഏത് 4 എഴുതിയാലും നമുക്ക് എത്ര മാർക്ക് ഗ്യാരണ്ടിയാണ്? 2 മാർക്ക് ഗ്യാരണ്ടിയാണ്. ശരിയല്ലേ? കാരണം തെറ്റടക്കം നിങ്ങൾ എഴുതുകയാണെങ്കിൽ 2 മാർക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി. അപ്പം നിങ്ങൾ നോക്കിയേ, സന്തോഷ് യാദവ് ബച്പൻ സേ നിഠർത്തി. സന്തോഷ് യാദവ് കുട്ടിക്കാലത്ത് പേടിയില്ലാത്ത ആളായിരുന്നു. നിഠർ എന്ന് പറഞ്ഞാൽ പേടിയില്ലാത്ത. ശരി. സന്തോഷ് യാദവ് മേ ജിജ്ഞാസ നഹീന്തി. സന്തോഷ് യാദവിന് ഒരു ജിജ്ഞാസയും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണോ പറഞ്ഞ്? എനിക്ക് ചെറുപ്പത്തിലെ ഒരു പേടിയും ഉണ്ടായിരുന്നില്ല, എനിക്ക് എന്തിനെ കുറിച്ച് അറിയാൻ എന്തായിരുന്നു? ജിജ്ഞാസയായിരുന്നു. അപ്പൊ ഇത് തെറ്റാന്ന് മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ്. ഏക് പർവ്വതാരോഹി കോ സന്തുലിത് ദിമാങ്ക് വാല ഹോനാ ഹെ. ഒരു പർവ്വതാരോഹിക്ക് സന്തുലിതമായിട്ടുള്ള ഒരു അതായത് വളരെ സന്തുലിതമായി ചിന്തിക്കാനും ഒക്കെ ഉള്ള കഴിവുണ്ടായിരിക്കണം. ഇത് ശരി. സന്തോഷ് യാദവ് മേ ഹിമാലയ പർ ചടിനെ കി ഇച്ഛാതി. സന്തോഷ് യാദവിന് ഹിമാലയത്തിൽ കയറാൻ ആഗ്രഹമുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്താ? എവറസ്റ്റ് പർ ചടനെ വാല പർവ്വതാരോഹിക്ക് ലിയെ. എവറസ്റ്റിൽ കയറാൻ പർവ്വതാരോഹിക്ക് ലിയെ ഖൂബ്സൂരത് അനുഭൂതി. എവറസ്റ്റ് കൊടുമുടിയിൽ എത്തുമ്പോൾ പർവ്വതാരോഹകർക്ക് വളരെയധികം മനോഹരമായ അനുഭവം ഉണ്ടാവും. ശരി. അടുത്തത്, സന്തോഷ് യാദവ് എവറസ്റ്റ് കി ചോടി പർ നഹീം പഹൂഞ്ചി. സന്തോഷ് യാദവ് എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ എത്തിയില്ല. തെറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ 2 തെറ്റുത്തരം ഉള്ളത് 2ഉം 6ഉം. ബാക്കിയെല്ലാം ശരിയാണ്. ഞാൻ ചോദിക്കട്ടെ, തെറ്റ് എന്നുള്ളതിന് എന്താ നമ്മൾ പറയാം? തെറ്റ് എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? തെറ്റ് ഗലത്ത് എന്നാണ് അല്ലേ? ഗലത്തി, റോങ്. ഇപ്പൊ ശരി എന്നുള്ളതിനോ? സഹി. അപ്പൊ നിങ്ങൾ പിന്നെ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മളോട് ചോദിച്ചിട്ട് ഒരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങളിങ്ങനെ സെപ്പറേറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ പോയിന്റ് വെച്ചിട്ട് എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു ഡിസ്കഷനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. നമുക്ക് പിന്നെ ഓരോന്ന് ചോദിക്കാം. പോസ്റ്റർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പോസ്റ്റർ എങ്ങനെ എഴുതാന്നുള്ളത് ഞാൻ പറഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഏരിയ തന്നിട്ട് വേർഡ് പിരമിഡ് ചോദിക്കാം. അതേപോലെ കവിതയുടെ ഭാഗം പ്രത്യേകം നോട്ട് ചെയ്യുക. 1-2 കവിതകൾ എന്തായാലും നമുക്ക് ചോദിക്കും. പിന്നെ അതുപോലെ പിന്നെ കവിതാ ഭാഗത്തിൻ്റെ ആശയം, പിന്നെ അതുപോലെ പിന്നെ ഏതെങ്കിലും ഇതുപോലെ ക്വസ്റ്റ്യനൊക്കെ തന്നിട്ട് ഡയറിയും പത്രയും ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിനകത്ത് ഉൾപ്പെടാത്ത നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ചാപ്റ്റേഴ്സത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ജലബാങ്ക് ചോദിച്ചു, സഫേദ് കൂട് ചോദിച്ചു, ഖൂബ്സൂരത് അനുഭൂതി ഹേ എവറസ്റ്റ് ചോദിച്ചു, ഇസ് ബാരിഷ് മേ ചോദിച്ചു, പിന്നെ ഡോക്ടർ കെ നാം പർ മസ്തൂർ കാ പത്ര ചോദിച്ചു. ഇനി ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് നമുക്ക് ദോഹ എന്ന് പറയുന്നത്. 2 ദോഹ ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലോ മക്കളെ. അതിലേതെങ്കിലും ഒരു ദോഹയും നിങ്ങൾ പഠിച്ചു വെച്ചോ. പിന്നെ ബാക്കി ഇപ്പം പറഞ്ഞ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദ്യം വന്ന ഈ എല്ലാ ചാപ്റ്ററൊന്നും നിങ്ങൾ മക്കളെ നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം? പ്രിപ്പയർ ചെയ്യാം. അതുപോലെ ഗ്രാമർ ഏരിയ നമ്മൾ പറഞ്ഞു അല്ലേ? വ്യാകരണ ഭാഗത്ത് നമുക്ക് സർവനാമ ചോദിച്ചേക്കാം. അതുപോലെ സഹി മിലാൻ കരയെ ചോദിക്കാം, സഹി പ്രസ്താവ് ചുൻകറിലേക്ക് ചോദിക്കാം, അതുപോലെ സഹി വികൽപ്പ് ചുൻകറിലേക്ക് ചോദിക്കാം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വാക്യ പിരമിഡ് വരാം. അതുപോലെ നമൂനയ്ക്ക് അനുസാർ വാക്യ ബദൽക്കറിലേക്ക് നമുക്കൊരിങ്ങനെ ഒരു സൂചന തന്നിട്ട്, ഇപ്പൊ നേരത്തെ നമ്മൾ ഹം കെ ബദലെ മേം കാ പ്രയോഗ കർക്കെ വാക്യ കാ പുനർലേഖൻ കരെ എന്ന് പറഞ്ഞാൽ മക്കളെ ആ ഒരു ഭാഗവും നമുക്ക് ചോദിക്കും. ഓക്കെ, റെഡി? അപ്പൊ വളരെ അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? എക്സാമിന് തയ്യാറാവുക. ഇനി നമുക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമുക്ക് ഇനി ബാലൻസ് ഉള്ള ഓരോ ചാപ്റ്ററും നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഗംഭീരമായിട്ട് നമുക്ക് എക്സാം എഴുതാൻ കഴിയും. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഗംഭീരമായിട്ട് എക്സാം എഴുതുക, അടിപൊളിയാക്കുക. എല്ലാവർക്കും നല്ലൊരു എക്സാം എഴുതാൻ കഴിയട്ടെ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതിനകത്ത് ഒരു ചോദ്യം പോലും നിങ്ങൾ ഒഴിച്ചു വിടരുത്. കാരണം ചില വിഷയത്തിൻ്റെ എക്സാമിനൊക്കെ നമുക്ക് 4 ചോദ്യം തന്നിട്ട് 3 എണ്ണം എഴുതുക, പിന്നെ 6 എണ്ണം തന്നിട്ട് 5 എണ്ണം എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ നമ്മുടെ ഹിന്ദി എക്സാമിന് ചോയ്സ് വരുന്നത് ചില ആളുകൾക്ക് പല ആളുകൾക്കുള്ളൊരു കൺഫ്യൂഷനാണ്. ഹിന്ദി എക്സാമിന് ചോയ്സ് വരുന്നത് നമുക്കിപ്പം ഇവിടെ 19 ചോദ്യമാണ് ഉള്ളത്.
ഈ 19 ചോദ്യവും നമ്മൾ ആൻസർ ചെയ്യണം. പക്ഷേ ഈ ഓരോ ചോദ്യത്തിലും എന്തുണ്ടാവാം, അഥവാ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഇപ്പം നമ്മളിപ്പം പറഞ്ഞ ഇതിൽ എവറസ്റ്റ് കൊടുമുടിയുടെ ചാപ്റ്ററിനകത്ത് ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതേപോലെ ഓർ ക്വസ്റ്റ്യനുകൾ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാം. ആ ഓർ ക്വസ്റ്റ്യനുകൾ മാത്രം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിൽ ഒരു സാധനം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിൽ ഓൾറെഡി നമുക്ക് പോസ്റ്റർ തന്നു. അല്ലെങ്കിൽ അഥവാ എന്ന് പറഞ്ഞിട്ട് ജൽ സംരക്ഷൺ കി ആവശ്യകത വിഷയ पर एक टिप्पणी लिखे എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ജലസംരക്ഷണത്തിന്റെ ആവശ്യകതയെ കുറിച്ച് ഒരു ടിപ്പണി തയ്യാറാക്കി. ഇങ്ങനെ ടിപ്പണി എഴുതാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ എന്തായാലും നമുക്ക് ഇതുപോലെ ഹിന്റുകൾ തന്നേക്കാം. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ്. ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ ചോദ്യം വരികയാണെങ്കിൽ നിങ്ങളൊരു ഹെഡ്ലൈന് കൊടുക്കുക. ഹെഡ്ലൈന് കൊടുക്കുന്നത് നമ്മൾ ഈ വിഷയം തന്നെ ആയിക്കോട്ടെ, ജൽ സംരക്ഷൺ കി ആവശ്യകത എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ് തന്നെ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ഇതിൽ തന്നിരിക്കുന്ന ഇതേ വരികൾ തന്നെ മാത്രം ആഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടം പോലെ ആഡ് ചെയ്യാൻ പറ്റൂലേ. ജൽ ജീവൻ കാ ആധാർ ഹേ, അപ്പം നിങ്ങൾക്ക് പറയാം ജൽ ജീവൻ കാ ആധാർ ഹേ, जल प्रकृति का वरदान है, जल का संरक्षण हमारा कर्तव्य है, जल का समुचित उपयोग करना हमको बहुत विशेष है, ജൽ സ്രോതസ് കാ സംരക്ഷൺ എന്ന് പറഞ്ഞിട്ട് ജലസ്രോതസ്സിൻ്റെ പേരുകളൊക്കെ നദി, ഝർണ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. അപ്പം ഇങ്ങനെ ഈ തന്നിരിക്കുന്ന ഇങ്ങനെ ഒരു ടിപ്പണിയുടെ ചോദ്യത്തിൽ ഓൾറെഡി 1, 2, 3, 4 പോയിന്റ്സ് നമുക്ക് ഇവിടെ തന്നെയുണ്ട്. ഇതിനകത്തൊരു 4 പോയിന്റ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫുൾ മാർക്ക് ഇതിനകത്ത് നമുക്ക് സെറ്റാക്കാൻ പറ്റും. ഓക്കെ, റെഡി? അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കാം. അതേപോലെ നമ്മൾ പിന്നെ പിരമിഡ് പറഞ്ഞു, ഒരു കവിതയുടെ ആശയം എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയില്ല. ഗംഭീരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒരു ചോദ്യം പോലും വിട്ടുകളയരുത്. പിന്നെ അതുപോലെ ഇനി എന്തെങ്കിലും പഠിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് പഠിക്കാം. പിന്നെ നമ്മുടെ ചോദ്യങ്ങളെല്ലാം വരുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എങ്ങനെ ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളതും അതിൻ്റെ വേർഡ്സുകളൊക്കെ പഠിക്കാൻ ഒരു 1, 2 പ്രാവശ്യം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഗംഭീരമായിട്ടുള്ളൊരു എക്സാം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.